എച്ച്.എം.എയുടെ 30ാമത് പരിപാടിയായി മുതുകാടിനെ നിങ്ങൾ വിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു മജീഷ്യനെ ഇത്തരമൊരു പരിപാടിക്ക് ക്ഷണിച്ചത് എന്ന് എനിക്കറിയില്ല. ജാലവിദ്യ അറിയാത്തവരാണ്, ജീവിതത്തിൽ ജാലവിദ്യ കാണിക്കാത്തവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് മാജിക് അല്ല, ജീവിതത്തിൽ മാജിക് കാണിക്കാത്തവരാണ് നിങ്ങൾ. ഞാനും ജീവിതത്തിൽ മാജിക് കാണിക്കാത്ത ഒരാളാണ്, പക്ഷേ സ്റ്റേജിൽ ജാലവിദ്യ കാണിക്കുന്ന ആളുമാണ്. മാജിക്കും ഇത്തരം ഒരു പരിപാടിയും തമ്മിൽ എന്താണ് ബന്ധം എന്നും എനിക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും 1 മണിക്കൂർ സമയം നമുക്ക് സംവദിക്കാം, നമുക്ക് സംസാരിക്കാം, കുറേ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് നിങ്ങളോട് തുടങ്ങുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് ടു സീ മാജിക്? യെസ്, ഓക്കെ. So the second question, do you want to learn magic? Yes. The third question is very important. That is, do you want to experience magic? All right. Okay. അപ്പോൾ നമുക്ക് ഈ 3 ചോദ്യങ്ങളിൽ ഒതുക്കി നിർത്താം നമ്മുടെ ഇന്നത്തെ പരിപാടി. ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. ഡു യു വാണ്ട് ടു സീ മാജിക് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ച സമയത്ത് നിങ്ങൾ വളരെ പോസിറ്റീവായി യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കൊച്ചു മാജിക് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആൻഡ് ഫോർ ദിസ് മാജിക് യു ക്യാൻ സീ ഹിയർ ദിസ് ന്യൂസ് പേപ്പർ, മലയാള മനോരമ അല്ലേ, മലയാള മനോരമ പത്രം. ഈ പത്രത്തിൻ്റെ ഷീറ്റുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു. ദിസ് ഈസ് ഫസ്റ്റ് ഷീറ്റ് ആൻഡ് ഹിയർ ഇസ് സെക്കൻഡ് ഷീറ്റ് ആൻഡ് ഹിയർ ഇസ് തേർഡ് ഷീറ്റ് ആൻഡ് ദിസ് ഈസ് ലാസ്റ്റ് ഫോർത്ത് ഷീറ്റ്. 4 ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പേപ്പറിന് നടുവിലായി ഇതിന് ഞാനിങ്ങനെ കീറി മുറിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ 4 ഷീറ്റുകളായി എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഈ പേപ്പറിനെ ചേർത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും ഇത് ഇങ്ങനെ മുറിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും ഈ പേപ്പറിന് മുറിക്കുന്നു. അപ്പോൾ മുറിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, മുറിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പേപ്പറിന് മുറിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. പേപ്പറിന് മുറിക്കുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു എന്നുള്ള കാര്യവും എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പാർട്ട്. ആൻഡ് നൗ സീ ദി സെക്കൻഡ് പാർട്ട്. ദാറ്റ്സ് മാജിക് നമ്പർ 1, 2 and so that's it. അപ്പോൾ മാജിക് കണ്ടു. ഇനി അടുത്ത ചോദ്യം, ഡു യു വാണ്ട് ടു ലേൺ മാജിക് എന്നുള്ളതാണ്. സോ യു സെഡ് യെസ്. സോ ഒരു കുഞ്ഞ് മാജിക് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ ലേണിംഗ് മാജിക് യു നീഡ് 3 things. After watching the show, a lot of people approach me with the same question. How did you do that? Right? And I always reply with the same answer. I did that very well, thank you so much. Actually, there are only 3 ways through that you can learn magic. The first one is very important one, that's practice. You have to practice this lot. The second one is more important one, that is practice. And the third one is the most important one, that's also practice. So practice and practice. If you are ready to practice, I want to do something that magicians never do. I will teach you one magic. Okay, for learn this magic you need a card like this. ഒരു വൈറ്റ് കാർഡിന് മുൻപിലായിട്ട് ഒരു വെള്ള പേപ്പർ ഒട്ടിച്ച് വെക്കണം. ഇതിന് മുൻഭാഗത്ത് ഒരു ഡയമണ്ട് പുള്ളി വരച്ച് വെക്കണം. മറുഭാഗത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് സാധാരണ കാറിനെ പോലെ ഡിസൈൻസ് അല്ല, നേരെ മറിച്ച് 4 ഡയമണ്ട് ഉണ്ട്. 1, 2, 3, 4. വീണ്ടും മറുഭാഗം നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. അതായത് ഒരു ഡയമണ്ട് അല്ല, നേരെ മറിച്ച് 3 ആണ്. 1, 2, 3. മറുഭാഗം നോക്കുന്ന സമയത്ത് 4 അല്ല, 6 ആണ്. 1, 2, 3, 4, 5, 6. വളരെ ഫാസ്റ്റാണ്. 1, 4, 3 and 6. 1, 4, 3, 6. ആർക്കും കൈയടിക്കാൻ തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ മാജിക്കിൻ്റെ സൂത്രപ്പണി ഏകദേശം മനസ്സിലായി എന്നർത്ഥം അല്ലേ. 1 എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഡയമണ്ട് അല്ല, നേരെ മറിച്ച് 2 ഡയമണ്ട് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ഡയമണ്ടിൻ്റെ 4 വിരൽ ഉപയോഗിച്ച് ഞാനിങ്ങനെ മറച്ചു പിടിച്ചത്. അതാണ് പറഞ്ഞത് ഏതൊരു മാജിക്കിനും ഒരു മറയുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളത്. മറുഭാഗം കാണിച്ചുകൊണ്ട് 4 എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഡയമണ്ട് ഇല്ലാത്ത സ്ഥിതിക്കാണ് നമ്മൾ ഇല്ല എന്ന് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ 4 ഡയമണ്ട് അല്ല, 5 ഡയമണ്ട് ഉണ്ട്. 5ാമത്തെ ഡയമണ്ടിനെ ഈ വിരൽ ഉപയോഗിച്ച് ഞാനിങ്ങനെ മറച്ചു പിടിക്കുന്നതാണ്. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് 3 എന്ന് നമ്മൾ പറയുകയാണ്. 3 എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഇംപ്രഷനാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ആക്ച്വലി ഇറ്റ്സ് ബ്ലാങ്ക്. ഇവിടെ മനുഷ്യൻ്റെ പ്രതിസാമ്യതാ ബോധമാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇവിടെ ഒരു പുള്ളിയുള്ള സ്ഥിതിക്ക് ഇവിടെയും ഉണ്ടായിരിക്കണം എന്നുള്ള നമ്മുടെ കണ്ട ബോട്ടിലൊക്കെ വെച്ച സമയത്ത് കൃത്യമായിട്ട് അവിടെ 2 ഇവിടെ 2 നടുവിലും അത് നമ്മുടെ ഒരു ഹാബിറ്റാണ് അല്ലേ. ആക്ച്വലി ഇറ്റ്സ് ബ്ലാക്ക്. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് 4 എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന സമയത്ത് 6 അല്ല, 5 ഡയമണ്ട് മാത്രമേ ഉള്ളൂ. 6ാമതുണ്ടെന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി വെറുതെ മറച്ചു പിടിച്ചതാണ്. ബട്ട് ഇറ്റ്സ് വെരി ക്വൈറ്റ് സിമ്പിൾ. നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യാം. ഒരു കാർഡ് ഉണ്ടാക്കുക, ഒരു ഭാഗത്ത് 2 ഡയമണ്ട്, മറുഭാഗത്ത് 4 ഡയമണ്ട്, ഇങ്ങനെ 5 ഡയമണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം സിമ്പിളായിട്ട് ഈ മാജിക് അവതരിപ്പിക്കാം. സോ ഗോട്ട് ഇറ്റ്. സോ ഒന്നുകൂടി ചോദിക്കുകയാണ്, 1 എന്ന് പറയുന്ന സമയത്ത് എത്ര ഡയമണ്ട് ആണുള്ളത്? 2. പക്ഷേ മാജിക്കിൽ 2 എന്ന് പറഞ്ഞാൽ 1 ഡയമണ്ടാണ് അല്ലേ. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് യെസ് 4 അല്ലേ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയമണ്ട് മാത്രമേ നിങ്ങൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.
വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് 3 എന്ന് പറയുന്ന സമയത്ത് പ്രതിസാമ്യതാ ബോധം ഒന്നും വർക്ക് ചെയ്യില്ല. കാരണം 3 എന്ന് പറഞ്ഞാൽ 3 ഡയമണ്ട് ഉണ്ടായിരിക്കണം, അതാണ് പ്രത്യേകത. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് 6 എന്ന് പറയുന്ന സമയത്ത് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 = 6. ദാറ്റ്സ് ഇറ്റ്. ഒരു ഭാഗത്ത് 3 ഡയമണ്ട്, മറുഭാഗത്ത് 6 ഡയമണ്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് മാജിക് അവതരിപ്പിക്കാം. ഒരു ഭാഗത്ത് 3, മറുഭാഗത്ത് 6 അല്ല 7 അല്ല, ധാരാളം ഡയമണ്ട് വേണം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ആൻഡ് ദാറ്റ്സ് ദി മാജിക്. അപ്പോൾ യു ലേൺ വൺ മാജിക് അല്ലേ. ആൻഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ഡു യു വാണ്ട് ടു എക്സ്പീരിയൻസ് മാജിക്? ഡു യു വാണ്ട് ടു എക്സ്പീരിയൻസ് മാജിക്? ഇനി നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കിടക്കാം. ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് മാജിക് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് മാജിക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന മാജിക് എന്ന് പറയുന്നത് ഹാൻഡ് ട്രിക്സ് ഒന്നുമല്ല, സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്ന മാജിക് അല്ല. ജീവിതത്തിൽ അത്ഭുതങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുവാൻ സാധിക്കും അല്ലേ. നമ്മൾ എവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ എങ്ങനെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും, അതാണ് ചോദ്യം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ഒരപേക്ഷ പോലും കൊടുക്കാതെ, ഒരു ക്യൂവിൽ നിൽക്കാതെ, ഒരാളും റെക്കമെൻഡ് ചെയ്യാതെ കിട്ടിയ ഒരു സാധനം മാത്രമേ നമുക്ക് ജീവിതത്തിലുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ് അല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷയും നമ്മൾ എവിടെ എഴുതി കൊടുത്തിട്ടില്ല എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെയും നമ്മൾ ക്യൂവിൽ നിന്നിട്ടില്ല, ആരും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. സൗജന്യമായിട്ട് ഈ പുണ്യമായ ഭൂമിയിൽ പുണ്യമായൊരു ജീവിതം നമ്മൾ നയിക്കുന്നു. ഈ ജീവിതം എന്ന് പറയുന്നത് ഇനി തിരിച്ച് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഈ ജീവിതത്തിനകത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. യെസ്, അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നടന്ന വഴികളിലൂടെ നടക്കാതിരിക്കുക. ദി ഫസ്റ്റ് തിങ്, നിങ്ങളുടെ കാൽപാദങ്ങൾ പതിച്ചു വെച്ചുകൊണ്ട് നാളെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞതിന് ശേഷം 10,000-കൾക്കിടയിൽ അതാണ് എൻ്റെ കാൽപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലൂടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ അത്ഭുതങ്ങൾ ജീവിതത്തിന് ഉയർച്ച വേണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരു സാധനമുണ്ട്, ഉണ്ടാവേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. ആ സാധനം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ദാറ്റ് ഈസ് ക്യാഷ്. എല്ലാവരും സൈലന്റ് ആയി. ഇവിടെയൊക്കെ വന്നിട്ട് ഇത് പറയാനാണോ വന്നതെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അല്ല, അതാണ് സത്യം. ക്യാഷ് ഉള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ, സത്യം. ബട്ട് ആ ക്യാഷ് എന്ന് പറയുന്നത് ഈ പൈസയല്ല. ഞാൻ പറയുന്ന ക്യാഷ് എന്ന് പറയുന്നത് CASH, ദാറ്റ് ഈസ് ദി ക്യാഷ്. C ഫോർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഏത് പ്രതിസന്ധികളെയും ചവിട്ടി തെറിപ്പിക്കാനുള്ള ആത്മവിശ്വാസം, അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, പ്രശ്നങ്ങളില്ലാത്തവരില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ചവിട്ടിനെ തെറിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം, അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. വിലപിക്കുകയല്ല, പരിഭവം പറയുകയല്ല, നേരെ മറിച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്കുണ്ടാവേണ്ട കരുത്തെന്ന് പറയുന്നതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി കോൺഫിഡൻസ്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. എഡ്മണ്ട് ഹിലാരി അല്ലേ, ഹിലാരിയാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയത്. ഹിലാരി നേരിട്ട് ചെന്ന് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയതൊന്നുമല്ല. 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ വേണ്ടി ഹിലാരി ശ്രമിച്ചത്. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹിലാരിക്ക്. അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലാരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലേക്ക് ഹിലാരി ചെന്നു, വേദിയിൽ ഹിലാരി നിന്നു, കർട്ടൻ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ കാതോർത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായി അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം കണ്ടതോടുകൂടി ഹിലാരിയുടെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പറന്നു. ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലാരി പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, പക്ഷേ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല, പക്ഷേ എനിക്ക് ഇനിയും എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത്. ഇതാണ് കോൺഫിഡൻസ്, ഇതാണ് ആത്മവിശ്വാസം. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, അതിനെ തോൽപ്പിക്കാൻ ഉള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞിരുന്നു ജീവിതത്തിലെ എക്സ്പീരിയൻസസ് പറയണം എന്നുള്ളത്. വിജയത്തിലേക്ക് ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാനൊരു കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് മലപ്പുറം ജില്ലയിൽ. നിലമ്പൂരിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്താണ്. ഇപ്പോഴും ഒരു ഗ്രാമമാണ്, ഒരു കുഗ്രാമമാണ്. എൻ്റെ അച്ഛനൊരു സാധാരണ കന്നുകൂട്ടുകാരനായിരുന്നു. അച്ഛന് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അമ്മയ്ക്കും വിദ്യാഭ്യാസമില്ല. എൻ്റെ വീടിന് മാജിക്കിൻ്റെ യാതൊരു പശ്ചാത്തലവുമില്ല. കുട്ടിക്കാലത്ത് അച്ഛൻ പറയുന്ന കഥകൾ, ആ കഥകളിൽ മുഴുവൻ മാന്ത്രിക സ്പർശമുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ ഒരു റോൾ മോഡലാണ്. കാരണം ജീവിതത്തിൽ മദ്യം കഴിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, അച്ഛൻ സിഗരറ്റ് വലിക്കില്ല. അച്ഛൻ വളരെ പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിരുന്നു. അതായത് സത്യം മാത്രമേ ജീവിതത്തിൽ പറയൂ. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും പറയും, ചവിട്ട്, പോയി ഇടിച്ച് തകർക്ക് എന്നുള്ള ഒരു മനോഭാവം അച്ഛൻ്റെ കണ്ണിലും വാക്കിലും ഒക്കെ ജ്വലിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുട്ടിക്കാലത്ത് പറയുന്ന ഓരോ കാര്യങ്ങൾ അച്ഛൻ സാധാരണ ഭാഷയിലാണ് സംസാരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ പറയുന്നത്,
കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെ കിടക്കുന്ന സമയത്ത് ഈ തലമുടിയിൽ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് അച്ഛൻ പറയും, കുട്ടിയെ രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹത്തിന് ഈ ദിനം മുഴുവൻ ഇളക്കാൻ അച്ഛൻ്റെ ഭാഷ വളരെ നാടൻ ഭാഷയാണ്. അതിൻ്റെ യഥാർത്ഥ രീതി എങ്ങനെയാണ്? ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ ചലിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കുവാൻ സാധിക്കുമെന്ന്. ഒന്നും മനസ്സിലാവില്ല എനിക്ക്, ഒരു കൊച്ചുകുട്ടിയല്ലേ. വലിയ ട്രൗസർ ഇട്ട എന്നെയും പിടിച്ചുകൊണ്ട് അച്ഛൻ നേരെ പോയി ഒരു കുളത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം എടുത്ത് കുളത്തിൻ്റെ നടുവിലേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കും. എന്നിട്ട് പറയും, നോക്ക് എന്ന് പറയും. നോക്കുമ്പോൾ ആ കല്ല് വീണ സ്ഥലത്ത് നിന്നും അലകളായി 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 വെള്ളം കരയിൽ പോയി തട്ടി അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം അച്ഛൻ പറയും, ഇതാണ് സ്നേഹം, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു വരും. ഇതാണ് നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ മാജിക്കിനെ കുറിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞാണ് ഞാൻ വളർന്നത്. ഇതാണ് എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. പക്ഷേ മാജിക്കിൻ്റെ രംഗത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പാളിച്ചകൾ, ഒരുപാട് തകർച്ചകൾ എനിക്കുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നെ അച്ഛൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം LLBക്ക് കൊണ്ടുപോയി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ അതൊക്കെ പഠനമൊക്കെ ഒഴിവാക്കി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് മാജിക്കിനുള്ള സ്നേഹം കൊണ്ട് അച്ഛനുമായിട്ട് പിണങ്ങി. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു റാട്ടപ്പുര ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചു. അവിടുന്ന് മാജിക്കിനെ കുറിച്ച് സ്വപ്നം കണ്ടു. പ്രോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂൾ ഷോസ് നടത്തി, ടെൻറ്റ് ഷോസ് നടത്തി, ഉത്സവ പറമ്പിൽ 50 പൈസ ടിക്കറ്റ് വെച്ച് ഷോ നടത്തി. കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും കാണാൻ വേണ്ടിയിട്ട് അലഞ്ഞലഞ്ഞലഞ്ഞ് നടന്നു. ഒരു പഴയ ബസ് ഞാൻ മേടിച്ചു. ആ ബസ് മേടിച്ചതോടുകൂടി എൻ്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയില്ലേ, അതുപോലെ KLM 3037 എന്നാണ് ബസ്സിൻ്റെ നമ്പർ. മറക്കില്ല ഞാൻ, കാരണം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ സ്കൂൾ ഷോസൊക്കെ നടത്തിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് കോഴിക്കോട് പോയി ഒരു സേട്ടുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അടവ് മേടിച്ചു ഞാൻ. പലിശയ്ക്ക് പലിശ ഇങ്ങനെ ആയിക്കഴിഞ്ഞ ശേഷം വണ്ടി പിടിച്ചു കൊണ്ടുപോകുന്നുള്ള ഘട്ടം വന്നു. ഞാൻ അച്ഛനുമായിട്ട് പിണങ്ങി ജീവിക്കുകയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, അച്ഛനോട് ധൈര്യമായിട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ അച്ഛനോട് വൈകുന്നേരം ഒരു സന്ധ്യയ്ക്ക് ഞാൻ പോയി ചോദിച്ചു, അച്ഛാ കുടുങ്ങിപ്പോയി, പൈസ വണ്ടി പിടിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിൻ്റെ മുടിഞ്ഞ മാജിക്കിന് ഞാൻ ഒരു പൈസയും തരില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് വന്ന സമയമാണ്. എൻ്റെ വീട്ടിലൊന്നും കറണ്ടില്ല, നാട്ടിലൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് ആത്മഹത്യ ചെയ്യാൻ തോന്നി. സത്യമാണ്. ഞാൻ നേരെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ മേളിൽ കയറി പിടിക്കാൻ വേണ്ടി കയറി. ഒരു കൂട്ടുകാരനപ്പോൾ കുളിക്കാൻ പോകുന്ന സമയത്ത് എന്നെ താഴേക്ക് വലിച്ചിട്ട്, അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു ഇരുന്ന് കരയുന്ന ഒരു പ്രകൃതമൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലൈഫിലുണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത്, ദി ഫസ്റ്റ് തിങ് നമ്മുടെ കയ്യിൽ വേണ്ടത്, ദാറ്റ് ഈസ് C for confidence. ആൻഡ് ദി സെക്കൻഡ് വൺ A എന്ന് പറയുന്നത് അറ്റൻഷനാണ്, ശ്രദ്ധ, അല്ലെങ്കിൽ അംബീഷൻ എന്ന് നമുക്ക് പറയാം. ശ്രദ്ധ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും പറ്റിപ്പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഓരോ മണൽത്തരികളും ഇളകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അത്രമാത്രം സൂക്ഷ്മമായിട്ടിരിക്കുന്ന നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വിട്ടുപോകും, ഷുവറാണ്, നോ ഡൗട്ട് അറ്റ് ആൾ. ഒറ്റ എക്സാമ്പിൾ പറയട്ടെ. an autobiography of a retired professor എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ പുസ്തകം എന്ന് പറയുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ ഒരു അധ്യാപകൻ്റെ പുസ്തകമാണ്. സ്റ്റാൻഫോർഡോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. എന്തായാലും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നാച്ചുറൽ സയൻസിൽ അധ്യാപകനായിരുന്നു ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും മറുത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നില്ല. ഞാൻ അത്രമാത്രം സ്ഫുടമായും നല്ല രീതിയിലും സംസാരിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. കുട്ടികളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കുമായിരുന്നു. അത്രമാത്രം ആകർഷകമായി ക്ലാസ് എടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്ന് ഏകദേശം 20 മിനിറ്റ് പാഠം പഠിപ്പിച്ച് കാണും. പെട്ടെന്ന് മൂന്നാമത്തെ ബെഞ്ചിലിരുന്ന ആൺകുട്ടി എണീറ്റ് എന്നോട് പറഞ്ഞു, സർ സ്റ്റോപ്പ്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചെന്നതിന് ശേഷം ചോദിച്ചു, വാട്ട് യു വാണ്ട്? ആ കുട്ടി പറഞ്ഞു, സർ എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. നൗ ഐ എം ഓൾ റൈറ്റ്, യു ക്യാൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തുടരാൻ സാധിച്ചില്ല. കാരണം ഞാൻ എപ്പോൾ പഠിപ്പിച്ച് തുടങ്ങണമെന്നും നിർത്തണമെന്നും തീരുമാനിക്കുന്ന ഒരു കുട്ടിയാണോ. ഞാൻ പുസ്തകം മടക്കി ക്ലാസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എത്രയോ വർഷം കഴിഞ്ഞ് ഞാൻ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോബയോഗ്രഫി എഴുതാനിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ ആ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അവൻ ഏത് രാജ്യക്കാരനാണെന്നും അവൻ്റെ പേര് എന്താണെന്നും അവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൻ്റെ പേര് ജവഹർ എന്നാണെന്നും അവൻ ഒരു ഇന്ത്യക്കാരനാണെന്നും ഇന്ത്യയുടെ പ്രധാന
പ്രഥമ പ്രധാനമന്ത്രിയായി അവൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ തിരിച്ചറിയുന്നു. അതാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധ, സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് തേർഡ് ലെറ്റർ യെസ്. യെസ് ഫോർ സിൻസിയറിറ്റി, ആത്മാർത്ഥത. ഇത് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. ഒരു ജാലവിദ്യക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രൊഫഷനോട് ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത, ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരൊറ്റ ലൈഫേ നമുക്കുള്ളൂ. ഈ ലൈഫിൽ നമ്മുടെ ഗ്രാഫ്, നമ്മുടെ ലൈൻ നമ്മൾ വരച്ച് വെക്കണം, കൃത്യമായിട്ട് വരച്ച് വെക്കണം. ഞാനിതാ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നാളെ നമുക്ക് തിരിച്ചറിയത്തക്ക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സ്വയം ചോദിക്കേണ്ടത്, അല്ലേ? ഒരു ദിവസം ജീവിക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് ജീവിക്കുക. ഒരു ദിവസം ജീവിച്ചാലും മതി, അത് ഉജ്ജ്വലമായിട്ട് ജീവിക്കുക, കത്തി ജ്വലിച്ച് ജീവിക്കുക. അതാണ് പ്രധാനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ജീവിതത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മുടെ പ്രൊഫഷനോട് കാണിക്കുന്ന ആത്മാർത്ഥത. ഒരു ബുദ്ധൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടത്തിൻ്റെ കൽച്ചുമര് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഈ പൂന്തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ കിട്ടിയിരുന്ന അതിൻ്റെ ഈ കല്ലൊന്നും ഇങ്ങനെ അടുക്കി വെക്കില്ല, കല്ലൊക്കെ ഇങ്ങനെ അറ്റത്തേക്ക് നിൽക്കും. അപ്പോൾ ഈ കല്ലിൻ്റെ അടിയിൽ പൂക്കളുണ്ടാവും. പൂക്കൾ എന്ന് പറയുമ്പോൾ പുൽപ്പൂക്കൾ എന്ന് പറയുന്നത്, പുൽച്ചെടികൾ അല്ലേ? ഈ പുൽച്ചെടികൾ ഇതിൻ്റെ അടിയിൽ വെയിൽ കൊള്ളാതെ, മഴ കൊള്ളാതെ, ആരും ആക്രമിക്കാതെ സുഖമായിട്ടൊരു 5-6 ആഴ്ച സുഖമായിട്ട് അവിടെ ജീവിക്കും. ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ല, ആരും കാണൂല്ല അതിനകത്ത്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ഒരു പുൽപ്പൂ ഒരു ദിവസം വെറുതെ ഇങ്ങനെ തല പൊക്കി നോക്കിയ സമയത്ത് പൂന്തോട്ടത്തിനകത്ത് മനോഹരമായൊരു പനിനീർ പൂവ്. ഈ പുൽപ്പൂവിന് തോന്നി, എനിക്ക് നാളെ ഒരു പനിനീർ പൂവാവണം എന്നൊരാഗ്രഹമുണ്ടായി. നമ്മൾ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പുൽപ്പൂ ആഗ്രഹിച്ച സമയത്ത് മറ്റു പുൽപ്പൂക്കളൊക്കെ പറഞ്ഞു, നീ മണ്ടത്തരമാണ് കാണിക്കുന്നത്. കാരണം നീ പനിനീർ പൂവായി കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം മാത്രമേ നിനക്ക് ആയുസുള്ളൂ. വെറുതെ പോണ്ട, ഞങ്ങൾക്ക് 5 ആഴ്ച ജീവിക്കാം സുഖമായിട്ട്, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, സുഖം. പക്ഷേ ആ പുൽപ്പൂ ആഗ്രഹിച്ചു പോയി. പനിനീർ പൂവാണ്. എന്താ ഒരു പാട്ടുണ്ടല്ലോ, സ്നേഹിച്ച ദേവാംഗനെ ഒരു പാട്ടില്ലേ, ഇങ്ങനെ മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ അല്ലേ, പൂവിൻ്റെ ജന്മം കൊതിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടല്ലേ? എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ട് എഴുതാൻ തോന്നുന്നു. എനിവേ, ബുദ്ധൻ്റെ കഥ വെച്ചിട്ട് എഴുതാൻ തോന്നുന്നു. എന്തായാലും പിറ്റേ ദിവസം നോക്കിയ സമയത്ത് ഇതാദ്യം മനോഹരമായൊരു പനിനീർ പൂവായിട്ട് ഗാർഡനിൽ ഇങ്ങനെ പരിരസിച്ച് നിൽക്കുകയാണ്. വെയിൽ വന്നു, ആ സൂര്യന് നേരെ ആ പൂവ് തല ഉയർത്തി നോക്കി. കാറ്റ് വന്നു, അതിനെയൊക്കെ ചെറുത്ത് ആടിക്കളിച്ചു. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ആളുകൾ വന്നു, അതിനെ സ്മെല്ല് ചെയ്ത് നോക്കി. ഇഷ്ടം പോലെ ആളുകൾ വന്നു, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. വളരെ സന്തോഷമായിട്ട് അത് ജീവിക്കുകയാണ്. വൈകുന്നേരമായപ്പോഴേക്കും മഴ പെയ്തു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇതളുകൾ താഴേക്ക് കൊഴിഞ്ഞു വീണു. പുൽപ്പൂക്കൾ പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ഒരൊറ്റ ദിവസം നിൻ്റെ ആയുസ്, ഞങ്ങൾ ഇനിയും 5 ദിവസം ജീവിക്കാൻ പോകുന്നു, 5 മാസം 5 വർഷം ജീവിക്കാൻ പോകുന്നു എന്നുള്ളത്. പക്ഷേ ഈ പുൽപ്പൂ പറഞ്ഞു, ഈ പനിനീർ പൂവ് പറഞ്ഞു, ഇന്ന് ഞാൻ ജീവിച്ച ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഇന്നാണ് എൻ്റെ ജീവിതം സാർത്ഥകമായത്. ഇന്ന് സൂര്യൻ ഉദിച്ച സമയത്ത് സൂര്യന് നേരെ ഞാൻ മുഖമുയർത്തി നോക്കി. നിങ്ങളവിടെ ഇരിക്കുന്നു. കാറ്റ് വന്നു, കാറ്റിന് നേരെ ഞങ്ങൾ ചെറുത്ത് നിന്നു. എന്തെല്ലാം വന്നു, അതിനെല്ലാം ചെറുത്ത് നിന്നു. എന്നെ കാണുവാൻ വേണ്ടി ആളുകൾ ഇവിടെ വന്നു. ഇന്നാണ് എൻ്റെ ജീവിതം സാർത്ഥകമായതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു പനിനീർ പൂവിനെ പോലെ പരിലസിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സോ യെസ് ഈസ് ഈക്വൽ ടു സിൻസിയറിറ്റി. നമ്മൾ ആത്മാർത്ഥത, നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥത. ആൻഡ് ദി ലാസ്റ്റ് ലെറ്റർ സ്വാഭാവികമായിട്ടും ഹാർഡ് വർക്ക് അല്ലേ? നമ്മൾ കഠിനാധ്വാനം, എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു ആ കഠിനാധ്വാനത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക്, ഒരിക്കലും നമ്മൾ അലസത എന്ന് പറയുന്നൊരു സ്ഥാനത്തിലേക്ക് പോവാതെ നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. ഒരു ഏറ്റവും വലിയ ലോകത്തിലെ ഇന്ദ്രജാലക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഇന്ദ്രജാലക്കാരൻ അല്ലേ? നമ്മളെ പലപ്പോഴും അലസന്മാരാക്കുന്നതും അസ്വസ്ഥരാക്കുന്നതും നമ്മൾ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മൾ സന്തോഷം എല്ലാം മനസ്സിൻ്റെ ഒരു കളിയാണ്. ജീവിതത്തിൻ്റെ കർട്ടൻ ഉയർന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ കർട്ടൻ അഴിഞ്ഞു വീഴുന്നത് വരെ ഇന്ദ്രജാലങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ അതിബോധ മനസ്സ് അല്ലെ, പോസ്റ്റ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന മൈൻഡും അബോധ മനസ്സും അതുപോലെ തന്നെ ഉപബോധ മനസ്സെന്ന് പറയുന്ന ഈ മനസ്സുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആളാണ് ഭയങ്കര പ്രശ്നക്കാരൻ. ഇവനാണ് നമ്മളെ അലസരാക്കിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അല്ലേ? 5 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ എണീക്കാൻ വേണ്ടി അലാറം വെച്ച് രാവിലെ നാളെ മുതൽ നടക്കാൻ പോകണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് 5 മണിക്ക് അലാറം വയ്ക്കും. നമ്മൾ അലാറം അടിക്കും, ഇവൻ പറയുമൊക്കെ കുറച്ച് മണി കിടന്നുറങ്ങാൻ പറയും, നമ്മൾ അലാറം ഓഫാക്കും, വീണ്ടും 2 മണിക്കൂർ കിടന്നുറങ്ങും. ഈ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡിൻ്റെ വല്ലാത്തൊരു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിനെ നമുക്ക് എപ്പോൾ അതിജീവിക്കുവാൻ സാധിക്കുന്നു? ഇഷ്ടമുള്ള കാര്യങ്ങളോട് ചിലപ്പോൾ നമ്മൾ വിടുതൽ
നമ്മൾ കാണിക്കേണ്ടി വരും അല്ലേ? ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡിനെ എത്രമാത്രം പവർഫുൾ ആക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സ്വയം ചോദിക്കേണ്ട ചോദ്യം. അവിടെയാണ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്. ഓരോ ദിവസവും ഇന്ന് നാളെ ഒരു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഗുർജീഫ് എന്ന് പറയുന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു, ഗുർജീഫ്. ഈ ഗുർജീഫ് അദ്ദേഹത്തിൻ്റെ മകൻ 9 വയസ്സുള്ള മകനാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് മകൻ അടുത്തേക്ക് കട്ടൻ്റെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷം അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, നിനക്ക് തരാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, ഒരു സാധനം ഞാൻ കരുതി വെച്ചിട്ടില്ല, 1 രൂപ പോലും എനിക്കില്ല എൻ്റെ കയ്യിൽ തരാൻ. എൻ്റെ അച്ഛൻ എനിക്കൊന്നും തന്നിട്ടില്ല, പക്ഷേ എൻ്റെ അച്ഛൻ എനിക്കൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ദുഃഖിച്ചിട്ടില്ല. ഞാൻ നിനക്ക് തരാൻ പോകുന്നതും ഈ സാധനമാണ്. ഇത് ചെറിയൊരു ഉപദേശം മാത്രമാണ്. ഇത് ഗുർജീഫ് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. എന്താ നിസ്സാര പ്രശ്നമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക. ദിസ് ഫിനിഷ്ഡ്. ഇത് മാത്രമേ ഉള്ളൂ. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ. ഇത് മാത്രം ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മനസ്സിനെ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരുവപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. സോ C for കോൺഫിഡൻസ്, A for അറ്റൻഷൻ, S for സിൻസിയറിറ്റി, H for ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ഈ ക്യാഷ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. മറ്റേ ക്യാഷിൽ ഒരു കാര്യമില്ല. മറ്റേ ക്യാഷിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ആ ക്യാഷ് ഉണ്ടായിട്ട് നമ്മളൊന്നും ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ട് അല്ലേ? കാരണം ഈ മറ്റേ ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ഈ പണം ഒരുപാട് നമ്മൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവസാനം എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിടത്തോളം ദുഃഖകരമാണ് കാര്യങ്ങളെല്ലാം അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും അദ്ദേഹം E=mc² കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളെടുത്ത് ചെന്നതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഒരിക്കലുമില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കൊരു തൂപ്പുകാരനായാൽ പോലും ഒരു സയൻറ്റിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കണ്ടുപിടിച്ച E=mc² എന്തിനു വേണ്ടിയാണോ എന്ന് ഞാൻ ആഗ്രഹിച്ചത് അതല്ല ചെയ്തത്. അമേരിക്ക അനാവശ്യമായി ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ബോംബിട്ടു. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാനാവാത്തതാണ്. എല്ലാവരും അങ്ങനെയാണ്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കഥയാണ്. അലക്സാണ്ടറിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു. ഒരു രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം. രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ കുതിരപ്പുറത്ത് 24 മണിക്കൂർ യാത്ര ചെയ്ത് വരണമായിരുന്നു. അമ്മ എഴുത്തു കൊടുത്തേക്കുമായിരുന്നു, എൻ്റെ മോനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. അലക്സാണ്ടർ അതിൻ്റെ മറുഭാഗത്ത് എഴുതി കൊടുക്കും, അമ്മേ, ഒരു രാജ്യം കൂടി. രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അമ്മയെ കാണാൻ അദ്ദേഹം മുന്നേറി. അദ്ദേഹം നമ്മുടെ ഭാരതത്തിലും വന്നു. യുവാവായിരിക്കുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് മാരകമായ രോഗം ബാധിച്ചത്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വില കൂടിയ കട്ടിലിൽ, മുത്തും മരതകവും മാണിക്യവും പവിഴവും പതിച്ച കട്ടിലിൽ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിൽ അദ്ദേഹം മരണത്തെ കാത്ത് കിടക്കുകയായിരുന്നു. ഡോക്ടർമാർ ചുറ്റുമുണ്ടായിരുന്നു. അവരദ്ദേഹത്തിൻ്റെ പൾസ് പിടിച്ച് നോക്കിക്കഴിഞ്ഞ ശേഷം പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ 8 മണിക്കൂറിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് പോകുന്നു, നിങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന്. അലക്സാണ്ടറുടെ ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം അവരോട് ചോദിച്ചു, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഞാൻ കിടക്കുന്ന ഈ കട്ടിൽ തരാം, ഞാൻ കിടക്കുന്ന കൊട്ടാരം തരാം, ഞാൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരൊറ്റ അഭ്യർത്ഥന മാത്രമുണ്ട്. എൻ്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അമ്മയെ ഒരു നോക്ക് എനിക്ക് കാണണം. അതുകൊണ്ട് എൻ്റെ മരണം 24 മണിക്കൂർ നേരത്തേക്ക് ഇത് നീട്ടിവെക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവങ്ങളല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവസാനമായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? എല്ലാം വെറുതെയായിരുന്നു. എൻ്റെ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ 2 കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കട്ടെ എന്ന്. അവർ ചോദിച്ചു, അതിൻ്റെ സാങ്കത്യം എന്താണ്? അദ്ദേഹം പറഞ്ഞതിൻ്റെ സാങ്കത്യമുണ്ട്. ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചു പോകുന്നത് ഒഴിഞ്ഞ കൈകളോടുകൂടിയാണെന്നുള്ളത് ലോകം കാണട്ടെ. അതാണ് ഈ എല്ലാവരും അവസാന സ്റ്റേജ് എന്നുണ്ടല്ലോ, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്നുണ്ടല്ലോ, ആ സ്റ്റേജിനകത്ത് നമ്മൾ എന്തായാലും കിടക്കേണ്ടി വരും അല്ലേ? ഒരു സാധാരണ രീതിയിലുള്ളൊരു മരണമാണെങ്കിൽ നമ്മൾ കുറച്ച് കിടന്നൊക്കെ മരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു സമയത്താണ് നമ്മൾ സ്വർഗവും നരകവും നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങളെപ്പറ്റി തിരിഞ്ഞൊരു ചിന്തയുണ്ട്. ആരും ഉണ്ടാവില്ല. നമ്മുടെ കൊച്ചുകുട്ടികളും പേരക്കുട്ടികളൊക്കെ ചുറ്റും നിന്ന് കളിക്കുന്നുണ്ടാവും, നമ്മളിങ്ങനെ കിടക്കുന്നുണ്ടാവും. അതെ, അതാണ് അവസ്ഥ. അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവർക്ക് നാളെ ഇത് വരാൻ പോകുന്നു ആലോചിക്കില്ല. അവർ ഇങ്ങനെ തോണ്ടിയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കും. കുറേ ദിവസമൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ചെറിയൊരു ബോധത്തിനകത്ത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് കുറേ നല്ല കാര്യങ്ങളും നല്ല ഹാർഡ് വർക്കൊക്കെ ചെയ്ത് നമ്മളൊരു റിസൾട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്
വേദന ഉള്ളിലിങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ത്യാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് നരകം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതിലപ്പുറം യാതൊന്നുമില്ല. ഇത് പറയുന്നില്ലേ, കാലം എല്ലാം ഒരിക്കൽ തിരിച്ചു ചോദിക്കും. നിന്റെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവും എല്ലാം കാലം ഒരിക്കൽ തിരികെ വാങ്ങും. അതാണ് തിരുക്കുറളിൽ പറയുന്നത്, അൻപേ പേശു ഇനിമയാഹ പേശു, അല്ലേ, ചിന്തിത്ത് പേശു സഭയറിന്ത് പേശു പേശാതിരുന്തും പഴകെന്നൊക്കെ പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാളെ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക. നമ്മൾ നേരെ സൂര്യന് നേരെ തല ഉയർത്തി നിന്ന് ജ്വലിച്ച് നിന്ന്, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ, ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് കത്തി ജ്വലിച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനു വേണ്ടിയാണ് ഈ ക്യാഷ് എന്ന് ഞാൻ പറയാൻ കാരണം. കോൺഫിഡൻസ്, അറ്റൻഷൻ, സിൻസിയറിറ്റി ആൻഡ് ഹാർഡ് വർക്ക്. ചെയ്യുന്ന ജോലിയോട് കൂറ് പുലർത്തി ആ ജോലിയിൽ എത്രമാത്രം നിങ്ങൾക്ക് അർപ്പണ മനോഭാവത്തോടു കൂടി കയറിക്കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ എഴുതി വയ്ക്കും, നമ്മുടെ പേരും തങ്കലിപികളിൽ ചരിത്രം എഴുതി വയ്ക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് 1 മണിക്കൂറല്ലേ നമുക്കുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നോട്. ആ ചോദ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉത്തരവൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഒരു സംവാദം എന്നുള്ള രീതിക്ക് പോകാം. ഓക്കെ. മാജിക്കിന് 2 മുഖം ഉണ്ട്. ഒന്ന് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം, അല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഇതേ കലയെ തന്നെ അമാനുഷിക സിദ്ധി അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ മാജിക്കിന് ഏറ്റവും വലിയൊരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഡോക്ടർ ഹർലൻ ടർബൽ എന്ന് പറയുന്ന ഒരാളാണ്. ദി എൻസൈക്ലോപീഡിയ ഓഫ് മാജിക് എന്ന് പറയുന്നത് ഒരു 8 ഗ്രന്ഥം, ഒരു 8 തടിയൻ ഗ്രന്ഥങ്ങളാണ് അതിനകത്തുള്ളത്. അതിനകത്ത് അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം അത് തന്നെയാണ്, മാജിക്കിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഒരു മാജിക്ക് കാണിക്കുന്ന സമയത്ത് മജീഷ്യൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം. അല്ലാതെ മുമ്പിലിരിക്കുന്ന ആൾ എന്താ പറയുക, ഡോക്ടർമാരാവാം, എഞ്ചിനീയർമാരാവാം, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളാവാം, പത്രപ്രവർത്തകരാവാം, ഇവരൊക്കെ തന്നേക്കാൾ മോശമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മാജിക് അവതരിപ്പിക്കരുത്. മാജിക് അവതരിപ്പിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കൂളായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആയുധമാക്കുക എന്നുള്ളതാണ് ദൗത്യം. അതാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ മാജിക്കിനെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അമാനുഷിക സിദ്ധി അവകാശപ്പെട്ടുകൊണ്ട് അന്തരീക്ഷത്തിൽ ഭസ്മം സൃഷ്ടിച്ച് ശിവലിംഗം ഛർദ്ദിച്ച് ഇതൊക്കെ അമാനുഷികമായ സിദ്ധിയാണെന്ന് അവകാശപ്പെടുന്ന ആൾദൈവങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അത് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അത്ഭുതം കാണുന്ന സമയത്ത് ആ അത്ഭുതത്തിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. സയൻസ് ഇല്ലാതെ അത്ഭുതം സംഭവിക്കുകയില്ല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗുരുവിൽ നിന്ന് മാത്രമേ മാജിക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു നമ്മൾ നീന്തൽ പഠിക്കുന്ന പോലെ ആയിപ്പോൾ. കാരണം ഗുരുവിൽ നിന്ന് മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കയ്യെ പിടിച്ച് പഠിപ്പിക്കേണ്ടതാണ് മാജിക് എന്ന് പറയുന്നത്. കാരണം മാജിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ആണ്, കയ്യടക്കം എന്ന് പറയും നമ്മൾ. മാഡം ഒന്ന് വന്നാൽ ഞാൻ കാണിച്ചു തരാം, കയ്യടക്കം കാണിച്ചു തരാം. അല്ല, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ ചോദിക്കും. It's very simple. Actually, I have 3 coins, okay? 3 coins, okay? So, here is the first coin. ഇതൊരു കോയിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കോയിൻ ഇവിടെ ഉണ്ട്. ആൻഡ് ഹിയർ ഇസ് ദി സെക്കൻഡ് കോയിൻ ആൻഡ് ദിസ് ഈസ് ദി തേർഡ് കോയിൻ. ഈ കോയിൻ ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഇതിനകത്ത് എത്ര കോയിൻ ഉണ്ട്? 2 ഉണ്ടാവാൻ പാടുള്ളൂ, പക്ഷേ ഇതിനകത്ത് 3 ഉണ്ട്. ഇത് കയ്യടക്കമാണ്. കയ്യടക്കം എന്ന് പറഞ്ഞാൽ കോയിൻ നമ്മൾ ഈ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുക ചെയ്യുന്നത്. ആക്ച്വലി ഈ കോയിൻ ഇവിടെ വെച്ചതിന് ശേഷം ഈ കയ്യിലേക്ക് കൊടുക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ കോയിൻ കൊടുക്കുന്നില്ല. കണ്ടോ, ഇവിടെ ഇരിക്കുകയാണ്. ഈ കോയിൻ ഇവിടെ വെച്ചു, ഇവിടെ വെച്ച് കഴിഞ്ഞ ശേഷം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കോയിൻ അവിടെ കൊടുക്കുന്നില്ല, കോയിൻ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഒരു ഫാസ്റ്റ് ഡെക്സ്റ്റിലിറ്റി എന്ന് പറയും നമ്മൾ. ഇതാണ് മാജിക്കിന് ഉപയോഗിക്കുന്ന തന്ത്രം. ഇതിൻ്റെ കുറച്ചും കൂടി ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന എല്ലാവരും മാജിക് പഠിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും കൊച്ചു മാജിക്കുകൾ പഠിക്കണം. കാരണം കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ലൈഫ് എൻ്റർടൈനിങ് ആവും. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരു പൊടിക്കൈ കാണിക്കുന്നു, അത് ആവശ്യമാണ്. മാജിക്കിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു സൂപ്പർ നാച്ചുറൽ പവറും ഇല്ല. ഒരു പച്ച മനുഷ്യനാണ്, അല്ലാതെ ഒരു അമാനുഷിക സ്ഥിതിയില്ല. വെറുതെ തോന്നുന്നതാണ്, മനസ്സ് വായിക്കുന്നു എന്നൊക്കെ വെറുതെ തോന്നുന്നതാണ്. പക്ഷേ കുറച്ച് നമ്മൾ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഒന്ന് വരാമോ ഇങ്ങോട്ട്? ഇതേ 3 പുസ്തകമുണ്ട് എൻ്റെ കയ്യിൽ. 3 ബുക്സ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ഒരു ബുക്ക് പറ്റുകയാണെങ്കിൽ കുട്ടികൾക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഇത് അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ്. ഈ വിങ്സ് ഓഫ് ഫയർ, മിഡ് നൈറ്റ് ആൻഡ് മൈൻഡ്സിനേക്കാളിലൊക്കെ നല്ലൊരു ബുക്കാണിത്. ഫോർജ് യുവർ ഫ്യൂച്ചർ. ഇത് സാധാരണ വിപണിയിൽ സാധാരണ ആളും വായിക്കാത്തുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്തൊരു 10-33 ചെറുപ്പക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം ഇതാണ്:
താങ്കൾ എന്നോട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നു, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. താങ്കൾ എന്നോട് ഒരുപാട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു, ഞാൻ സ്വപ്നം കാണുന്ന ആളാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ സ്വപ്നത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് അബ്ദുൽ കലാം, നമ്മളൊക്കെ ഒരുപാട് ഉത്തരം പറയും, പക്ഷേ അബ്ദുൽ കലാം പറഞ്ഞ ഉത്തരം വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് യു ആർ യുണീക്ക്. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. യു ആർ യുണീക്ക്. എൻ്റെ കൈരേഖ എന്ന് പറയുന്നത് ഇതുപോലൊരു കൈരേഖ കോടാനുകോടി വർഷങ്ങൾക്കുള്ളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഭൂമിയിൽ. ഇത് പ്രപഞ്ചത്തിൻ്റെ മാജിക്കാണ്. ഇനി ഉണ്ടാവാനും പോകുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഘടന ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോകുന്നില്ല. ഒരു സീബ്രയെ പോലെ മറ്റൊരു സീബ്രയ്ക്ക് ലൈനില്ല, ഒരു ഇലയെ പോലെ മറ്റൊരു ഇലയില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മുടെ മാത്രം സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളാവാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ അടുത്ത വീട്ടിലെ രാമു കണ്ടോ നന്നായി അവനെ പോലെ പഠിക്കുന്ന പോലെ, അവനാവാൻ എങ്ങനെ ഇവന് പറ്റുന്നത്? അതാണ് ചോദ്യം അല്ലേ? അവനല്ല ഇവൻ. അപ്പോൾ നമ്മൾ യു ആർ യുണീക്ക്. അവൻ്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി മുന്നേറുക എന്ന് പറയുന്നതാണ് കാര്യം. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മലയാള ഭാഷയ്ക്ക് അത്രമാത്രം ഒരു മാറ്റം വരുത്തിയ OV വിജയൻ്റെ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്നത്, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകമാണ്. മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ശശി തരൂർ എഴുതിയിട്ടുള്ള നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മൂന്നാമത്തെ പുസ്തകമാണ്. ആൻഡ് യു ക്യാൻ ടേക്ക് വൺ ബുക്ക് ഫ്രം ദാറ്റ്. യാ, ആൻഡ് യു ക്യാൻ ടേക്ക് യുവർ സീറ്റ്. ടേക്ക് ദാറ്റ് ബുക്ക്. Don't open it. Sit down there. Keep that book over there and keep your hand over there. All right? Okay. Sir, can you come over here? Yeah. Take one book from that. Yes. നമ്മൾ രണ്ടുപേരുമാണ് മാജിക് കാണിക്കുന്നത്. വെയിറ്റ്. സ്വന്തം സെലക്ഷൻ ആണല്ലോ ബുക്ക്. ഞാൻ ഫോഴ്സ് ചെയ്തൊന്നും അല്ലല്ലോ. You selected that book, right? Okay. How many pages are here? 226. Yeah. Specs വേണോ? കയ്യിലില്ല. അത് വായിക്കാൻ ബുദ്ധിമുട്ട് വരില്ലല്ലോ? ഇല്ല. Yeah. And how all the sentences are different, all the words are different, all the pages are different, all the page numbers are different, right? ചില കാര്യങ്ങൾ വായിക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ I can change. This is better. Yeah, come over here, sir, please. I don't know. Anyway, we are using this book, and you can see how many pages are there. 220. Very fast. And all the pages, all the page numbers, everything different, right? Okay. And what's your name, sir? Yeah. He's very cunning. ഇത്തരം ആളുകളെയാണ് നമുക്ക് വേണ്ടത്. Okay. What's your name, sir? കുട്ടപ്പൻ പിള്ളை. Okay. Okay. Yeah. ഞാനിങ്ങനെ റിഫിൽ ചെയ്യുമ്പോൾ എവിടെ വേണമെങ്കിലും യു ക്യാൻ സേ സ്റ്റോപ്പ്. കേട്ടോ? എന്നെ കളിയാക്കുന്ന പോലെ തോന്നുന്നു. Okay. Tough customer. Tough customer. Yeah. And wherever you want, you can say stop at anywhere, right? So. Yeah. Okay. ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് you can see the first two words and the page number. Okay? The page number and the first two words. Don't say. മനസ്സിൽ മാത്രം വെച്ചാൽ മതി. Page number and the first two words. Got it? Yes. Got it? Yes. Yeah. മറക്കില്ലല്ലോ? ഇല്ല. Okay. Yeah. Keep this. കുട്ടപ്പൻ പിള്ളை. Yes. തുറക്കണ്ട. അറിയാലോ പേജ് നമ്പർ? അറിയാം. Come close. Look here. And think of that page number. Only that page number. Yeah, that's nice. That page number is in between 100 and 110. Am I right? Yes. That's a page in between 105 and 110. Am I right? Yes. That's the page number 106. Am I right? Yes. Yes. Okay. Wait a minute. ഇനി ഒരു വെല്ലുവിളി കൂടിയുണ്ട്. വേർഡ്, ആ വേർഡ് ഒന്ന് രണ്ട് വേർഡ് മനസ്സിലുണ്ടല്ലോ അല്ലേ? ആ പേജ് നമ്പർ വായിച്ചു കളഞ്ഞേക്കാം. വേർഡ് മാത്രം. That starts with the W? Yes. Okay. ആ രണ്ട് വേർഡിൻ്റെ ഇടയ്ക്ക് ഒരു 2 ഉണ്ടോ? TO? Yes. That is willing to accept. Yes. Yes. നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാം ഇത്. മാഡം കമ്മ വയ്ക്കാം. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അവർ തന്നെ എടുത്തതാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. യു സ്റ്റേ ഹിയർ. സിമ്പിൾ. ആൻഡ് ഐ എം ടേക്കിംഗ് ദാറ്റ് പേജ് ഫ്രം ഹിയർ ആൻഡ് പുട്ടിംഗ് ഹിയർ. ഓക്കെ? ക്യാൻ യു ഓപ്പൺ ഇറ്റ്?
106. It's not there. Open it. From the beginning. From the beginning. See, it's exactly the same. Yeah. Thank you so much. ഞാൻ കുട്ടിക്കാലത്ത് മാജിക് പഠിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതായത് ഒരു 5 വയസ്സിൽ മാജിക്കിനെ സ്വപ്നം കാണാൻ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ മാജിക് ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ മാജിക്കിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതം വേറൊരു വഴിയിലേക്ക് ഞാൻ തിരിച്ചു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു മേഖലയിലേക്ക് മാറാതെ മാജിക്കിനെ കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് മാജിക്കിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ 90-ൽ നമ്മുടെ കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് പോകാൻ വേണ്ടി സാക്ഷരതാ വർഷമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ റോഡരികിൽ മുഴുവൻ എല്ലാ പൊളിറ്റീഷ്യൻസും എല്ലാവരും ചേർന്നൊരു വലിയ കേരളത്തിൻ്റെ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പഠിപ്പിക്കുക എന്ന് പറയുന്ന ബോർഡൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ദിവസം കോഴിക്കോട് നിന്ന് ഞാൻ ബസ് കയറി വരുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. എവിടെയോ ബ്രേക്ക് ചെയ്ത സമയത്ത് തല പോയി ഈ ബസ്സിലിടിച്ചു. ഉണർന്ന് നോക്കിയ സമയത്ത് കാണുന്ന ബോർഡ് എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ള ബോർഡായിരുന്നു. എന്തോ ആ നിമിഷം തോന്നി മാജിക്കിന് ഇതിൽ യൂസ് ചെയ്താലോ. അന്ന് വരെ മാജിക്കിന് ഇത്തരം സാമൂഹ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്നാരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഒരു തോന്നലിൻ്റെ പേര് ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളുടെ കാര്യം പറയാം. പിറ്റേ ദിവസം രാവിലെ മലപ്പുറത്ത് കളക്ടർ PK മൊഹന്തി എന്ന് പറയുന്ന ഒരാളായിരുന്നു. കേട്ടിട്ടുണ്ടല്ലോ PK മൊഹന്തി IAS. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് വെറുതെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഒരു മാജിക് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല, ഒരു ബോധമില്ല, ഒരു കളക്ടറത്തെ എങ്ങനെ പോകണമെന്ന് അറിയില്ല, സെക്രട്ടറിയെ കണ്ടിട്ട് ഒന്നും അറിയില്ല. നേരെ കയറി ചെന്നു അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഒരു താല്പര്യം കാണിച്ചു. എന്നോട് പറഞ്ഞു, യു കം ടുമോറോ, വി ഹാവ് എ കോൺഫറൻസ് ടുമോറോ ഓൺ ദിസ് ലിറ്ററസി ക്യാമ്പയിൻ, സോ യു ക്യാൻ പെർഫോം യുവർ പ്രോഗ്രാം ദർ. എൻ്റെ കയ്യിൽ മാജിക് ഒന്നുമില്ല. അന്ന് രാത്രി പോയി വർക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഫുൾ നൈറ്റ് വർക്ക് ചെയ്തിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേ ഞാൻ അവിടെ പോയിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ദേ അപ്രീഷിയേറ്റഡ് ദാറ്റ് പ്രോഗ്രാം. സോ അത് മലപ്പുറം ജില്ലയിൽ മുഴുവൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ വണ്ടിയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി സാക്ഷരതാ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രചരണ പരിപാടിയായി. ഇതറിഞ്ഞതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്തേക്ക് നളിനി നെറ്റോ ഇവിടെ കളക്ടറായിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് വിളിച്ചു. ഇവിടെ പ്രസൻറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് മുഴുവൻ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഫയലിൽ ആദ്യമായിട്ട് മാജിക് എന്നത് EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആദ്യം വരുന്നത്. പിന്നെ അതൊരു എനിക്ക് മനസ്സിലായി. കാരണം മറ്റൊരു സാധാരണ ഒരു ഷോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇത് ചെയ്യുമ്പോൾ. സാമ്പത്തികമായിട്ടുള്ളതല്ല, നേരെ മറിച്ച് വല്ലാത്തൊരു എന്താ പറയുക, നമ്മളിലൊരു വല്ലാത്തൊരു ആവേശം ഉണ്ടാകുന്നു. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ ബാബറി മസ്ജിദ് രാമ ജന്മഭൂമി തുടങ്ങിയ സമയത്ത് അത് ചെയ്തു. 4 ഇന്ത്യ യാത്രകൾ ഞങ്ങൾ നടത്തി. ഒരു വിസ്മയ ഭാരത യാത്ര, ഒരു വിസ്മയ സ്വരാജ് യാത്ര, ഒരു മഹാത്മാഗാന്ധിയുടെ സന്ദേശം പ്രതി ഒരു ഗാന്ധി മന്ത്ര, പിന്നെ ഒരു മിഷൻ ഇന്ത്യ. ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ആ ഇന്ത്യ കണ്ടു എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സാമൂഹ്യ പാഠത്തിൽ പഠിക്കുന്ന ഇന്ത്യ ഒന്നും അല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കഷ്ടതകളും വെല്ലുവിളികളും തീവ്രവാദികളും വിഘടനവാദികളും എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നറിയാമോ. അന്ന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്, നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യം ഞങ്ങൾ നാഷണൽ ഫ്ലാഗ് ഏറ്റുവാങ്ങിച്ചിട്ട് യാത്ര ഡിക്ലെയർ ചെയ്യുന്നത്. അത് പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ മാതിരി പറഞ്ഞ് അത് കറക്റ്റായിട്ട് അതുപോലെ നടന്നു. പക്ഷേ അത്രയും കാലം 25 ട്രൂപ്പ് അംഗങ്ങളെയും കൊണ്ട്, ഒരു 7 പെൺകുട്ടികളടക്കുന്ന ഒരു ട്രൂപ്പിനെയും കൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അലഞ്ഞ് ഇന്ത്യ മുഴുവൻ കണ്ടപ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി. 4 തവണ ഇന്ത്യ യാത്ര നടത്തി. ഞാൻ നിങ്ങളോട് പറയുന്നത്, എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇന്ത്യ ഒന്ന് കാണണം. ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ നമ്മുടെ അത്തരം മേഖലകൾ, ഈ എന്താ പറയുക, നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മുടെ നാഗാലാൻഡിലും അതുപോലെ തന്നെ കോഹിമ, അത്തരം ഈ ഇറ്റാനഗർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, നാഗാലാൻഡിലൊക്കെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ പെർഫോം ചെയ്യാൻ സമ്മതിക്കാതെ തീവ്രവാദികൾ അവിടെ നാട്ടി ഓടിച്ചു ഞങ്ങളുടെ വണ്ടിയുടെ മേലുണ്ടായിരുന്ന നാഷണൽ ഫ്ലാഗ് കത്തിച്ചെറിഞ്ഞു. വണ്ടിയുടെ മേളിൽ എവിടെയൊക്കെ നാഷണൽ ഫ്ലാഗിൻ്റെ ചിത്രം വരച്ച് വെച്ചിട്ട് അതിന് മുകളിൽ കംപ്ലീറ്റ് കറുത്ത പെയിൻ്റ് അടിച്ചു. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പതാക പ്രധാനമന്ത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു. ആ 4 മാസത്തെ മുഴുവൻ കഷ്ടതകളും മറന്നുപോയ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതാണ് എടുക്കേണ്ടത്. നമ്മളൊരു തീവ്രമായൊരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് പിന്നെ ഈ ഒരു യാത്ര ഉണ്ടാവും. ഞാൻ അതുകൂടി പറയട്ടെ കേട്ടോ, ഇതൊരു പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി പറയുന്ന എൻ്റെ ഒരു മാജിക്ക്, ഒരു പ്രൊപ്പല്ലർ ആക്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാനിവിടെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുത്തരിക്കണ്ട മൈതാനത്ത്. അന്ന് കാണാൻ ആരെങ്കിലും വന്നിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പ്രോഗ്രാം ഫ്ലോപ്പായി, പൊളിഞ്ഞ് പാപ്പരായി.
അന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ആദ്യം മന്ത്രിയായിരിക്കുന്ന സമയത്ത്, പഴയ കാലത്ത്, അന്നാണ് ആ പ്രോഗ്രാം. ഐ തിങ്ക് ഇറ്റ്സ് 20 years ബാക്ക്. പ്രസ് ക്ലബ്ബാണ് പ്രോഗ്രാം നടത്തിയിരുന്നത്. അതുകൊണ്ട് അവർ ആ പ്രോഗ്രാമിന് വലിയ പബ്ലിസിറ്റി കൊടുത്തു. മുഴുവൻ നാഷണൽ മീഡിയ എല്ലാം കാണാൻ വേണ്ടി വരുന്നു. ആ മാജിക് ഒരു വലിയ കൂറ്റൻ ഫാനിനുള്ളിലൂടെ തുളച്ച് പുറത്തേക്ക് വരുന്നൊരു മാജിക്കായിരുന്നു. തകർന്നടിഞ്ഞു. ഞാൻ തൊട്ടടുത്ത് നിർത്തിയിട്ട് എൻ്റെ ബസ്സിനകത്തിരുന്നിട്ട് ഞാൻ കുത്തിയിരുന്ന് പൊട്ടി 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 കരഞ്ഞായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞാണ്. പിറ്റേ ദിവസം നമ്മൾ എല്ലാ മാജിക്കും കാണുമ്പോൾ നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത് പിറ്റേ ദിവസം നന്നായിട്ട് അച്ചടിച്ച് വരണത്. പിറ്റേ ദിവസം അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ ഇത് വരരുത് എന്നുള്ളതാണ്. പക്ഷേ പിറ്റേ ദിവസം പത്രങ്ങളെല്ലാം മാജിക് ഫ്ലോപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് പത്ര റിപ്പോർട്ട് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അന്ന് തന്നെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഒരു സാധാരണ ടിക്കറ്റ് എടുത്ത് ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ടുപോയി. വീട്ടിൽ പോലും പറയാതെ പോയി കഴിഞ്ഞ ശേഷം അവിടെ ചെന്ന് എ വിജയരാഘവൻ എന്ന് പറയുന്ന MP യെ കണ്ട് അവിടുന്ന് കുറച്ച് ദിവസത്തെ കുറച്ചുള്ള വർക്കും, അതുപോലെ തന്നെ സുഷമ സ്വരാജ്, അതുപോലെ PM സൈദ് സാർ ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായിട്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഇതേ മാജിക് അവിടെ അവതരിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഡ്രീം. അവിടെ അവതരിപ്പിച്ചു. അന്നാണ് ഈ വിസ്മയ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ വേണ്ടി PM സൈദ് സാർ ആദ്യമായിട്ടൊരു നിർദ്ദേശം തരുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യത്തിനകത്ത് വീണാലേ അവിടെ കിടക്കരുത്. നമ്മൾ വീഴുന്നത് ഒരു തെറ്റല്ല, വീണിടത്ത് നിന്ന് നമ്മൾ എണീക്കാതിരുന്നാൽ അതാണ് തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പതനം നമുക്കുണ്ടായി ജീവിതത്തിൽ. എപ്പോഴും നമ്മൾ എപ്പോഴും ഒരേ ഗ്രാഫിൽ നമ്മൾ പോവില്ല. ഇന്നത്തെ പോലെ അല്ല നാളെ. ലൈഫിൽ എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. നമ്മളത് സിഗ്സാഗായിട്ട് കാര്യങ്ങൾ പോവുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും കടന്നു പോകും. ഒരു കഥയില്ലേ, ഇതും കടന്നു പോകും. സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ ഒരു കുറിപ്പെഴുതി പോയി, ഇതും കടന്നു പോകും. അപ്പോൾ ആ ഒരു മാനസികമായിട്ടൊരു സംഭവം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം 90-ലായിരുന്നു. സാക്ഷരതാ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം തുടങ്ങുന്നത്. We are spreading lot of messages through magic. So we are using magic as a tool to spread good messages to the public. Whatever it is, national integration, communal harmony, against terrorism, lot of things. We can create magic like that. Got it? Yeah, for example, this is not a magic, this is not a big magic, but this is simply your question. So that's why I'm showing this trick. You can see here 3 drops over here. The first one is saffron, and second one is white, and third one is green. These 3 drops are representing the 3 religions of our India. 3 നമ്മുടെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങളായിട്ട് വിചാരിക്കുക. ഇതൊരു മാജിക് അല്ല കേട്ടോ, ഞാനൊരു കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 മതങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് വേറിട്ട് നിന്നിരുന്നു, കലഹിച്ചു നിന്നിരുന്നു. മഹാത്മാഗാന്ധി എല്ലാ മതങ്ങളെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഈ 2 മതങ്ങളെ ഗാന്ധിജി ചെയ്ത പോലെ കൂട്ടിക്കെട്ടുകയാണ്. ദാറ്റ് മീൻസ് ഗ്രീൻ ആൻഡ് വൈറ്റ്. ആക്ച്വലി ദാറ്റ്സ് ഹിന്ദു ആൻഡ് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി. യാ, ഗ്രീൻ റെപ്രസെൻറ്റിംഗ് ഇസ്ലാം, വൈറ്റ് റെപ്രസെൻറ്റിംഗ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി, ആൻഡ് സാഫ്രൺ റെപ്രസെൻറ്റിംഗ് ഹിന്ദുസ്. റൈറ്റ്? സോ ഈ അദ്ദേഹം ചെയ്ത പോലെ തന്നെ മറ്റ് മതങ്ങളെ ഞാൻ കൂട്ടിയോജിപ്പിക്കുന്ന പോലെ തന്നെ മറ്റ് 2 മതങ്ങളെ ഞാൻ ഇതുപോലെ തന്നെ കൂട്ടിയോജിപ്പിക്കുന്നു. ഹിന്ദു മതവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവും കൂട്ടിയോജിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ മതങ്ങളും ഇങ്ങനെ കൂട്ടിക്കെട്ടിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയത്, അല്ലേ? പക്ഷേ നമുക്ക് ഭാരതം സ്വാതന്ത്ര്യം നേടിയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ബാബറി മസ്ജിദ്, രാമജന്മഭൂമി തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രിമാർ വെടിയേറ്റ് മരിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാരണം ഏച്ചുകെട്ടാണ്. ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു മതക്കാരായതുകൊണ്ട് ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ എവിടെയും ഹിന്ദു എന്ന് എഴുതി വെച്ചിട്ടില്ല, അല്ലേ? എൻ്റെ അച്ഛനും അമ്മയും ഒരു ജോസഫും മേരി ആണെങ്കിൽ ഞാൻ നാച്ചുറലായിട്ട് ക്രിസ്ത്യനാവും. എൻ്റെ അച്ഛനും അമ്മയും ഉസ്മാനും പാത്തുമ്മയാണെങ്കിൽ ഞാൻ ഇസ്ലാമാവും. അല്ലാതെ ഇന്ന മതം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓക്കെ ഇതിൽ നല്ലത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും തന്നിട്ടില്ല. നമ്മൾ ആരും അങ്ങനെ തിരഞ്ഞെടുത്തിട്ടില്ല. പക്ഷേ നമ്മളൊരു മതത്തിൽ വന്നു, അതുകൊണ്ട് നമ്മുടേത് ഉഗ്രൻ, മറ്റൊന്ന് മോശം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാ മതങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്, നന്മയാണ്, സ്നേഹമാണ്, അല്ലേ? അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ആക്ച്വലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം മാജിക് സാൾട്ട് എടുക്കുന്നു, ഇതിനകത്തേക്ക് ഇതുപോലെ ഞാൻ ഇടുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് എല്ലാ മതങ്ങളും ആക്ച്വലി ഒറ്റ ചരടിൽ കോർത്തതുപോലെ ഒന്നാണ്, ഏച്ചുകെട്ടില്ലാത്തതാണ്, അതാണ് വേണ്ടത്, വലിച്ചാൽ മുറിയാത്തതാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയാം. സോ I'm using this thread, this magic for spreading this communal harmony, that relation. This way we are using a lot of magic for that, spreading that messages. That's all. Yeah. Stage magic വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ ഷോ US ലാസ് വേഗാസിൽ സ്ഥിരമായിട്ട് അദ്ദേഹം MGM ഹാളിലാണ് നടത്തുന്നത്. ഞാനൊരു 4-5 തവണ പോയി കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമല്ല. മനസ്സിലായോ എന്നുള്ളതല്ല, നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പകച്ചുപോയ മാജിക് എന്ന് പറയുന്നത് തെരുവ് മാന്ത്രികരുടെ പെർഫോമൻസാണ്. അപ്പോൾ ഇന്നലെ സാർ അവിടെ വന്നിരുന്നു, അല്ലേ?
ആ സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് അപാരമാണ്. ഈ തെരുവ് മാന്ത്രികരെന്ന് പറയുന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാർ. അവർക്ക് വീടില്ല, ഒന്നുമില്ല അവർക്ക്. ഈ ഇന്നലെ സാറ് കണ്ട ഡൽഹിയിലത്തെ മജീഷ്യൻ ഇർഷാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു വീടില്ല സാർ. ഒരു ടാർപോളിൻ വെച്ചിട്ടുള്ള ഒരു സാധനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും കുട്ടികളും എല്ലാവരും ഒരു ഷെൽട്ടറിനുള്ളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഞങ്ങൾ വീടൊക്കെ കൊടുത്ത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് അവിടെ വരണം കേട്ടോ. അവിടെ നമ്മുടെ ഒരു എന്താ പറയുക, എൻ്റെ ഡ്രീമാണത്. എനിക്ക് നിലമ്പൂരിൽ നിന്നുള്ള എന്താ പറയുക ഈ മക്കൾക്കുള്ള ഓരിഭാഗം എന്ന് പറയില്ലേ, നമ്മൾ സെപ്പറേഷനൊക്കെ ചെയ്യില്ല, അത് മാജിക്കിലേക്ക് ഇറക്കി കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ഇവിടെ ഒരു വീട് വാങ്ങിച്ചു തന്നിരുന്നു, നമ്മുടെ ശക്തൻ സാറിൻ്റെ തൊട്ടടുത്ത്. ആ വീട് വിറ്റിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതാണ് മാജിക് പ്ലാന്റ്. അപ്പോൾ അത്രയും എന്താ പറയുക വേർപ്പ് മുഴുവൻ അതിനകത്തുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വരണം, അവിടെ നിന്ന് വന്ന് കാണണം. അതിനകത്ത് ഒരു പൈസ പോലും നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്നില്ല. അത് കംപ്ലീറ്റ് സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇപ്പം 5 തെരുവ് മാന്ത്രികരെ നമ്മളവിടെ താമസിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചെറുപ്പളശ്ശേരിയുള്ള. ഇവരുടെ പെർഫോമൻസ് സർ, യു കനോട്ട് ഇമാജിൻ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ പണ്ട് ഞങ്ങളൊരു മസ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് വെച്ചിരുന്ന ടാഗോർ തിയേറ്ററിൽ. അന്നൊരു 92 വയസ്സായ ഒരു മജീഷ്യൻ ഗുജറാത്തിൽ നിന്ന് വന്നു. ലാൽനാഥ് സംജുനാഥ് വാടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ 2 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാജിക്കുകൾ മരിച്ചുപോയിട്ടോ, ആരും ഉപയോഗിക്കുന്നില്ല, ആർക്കും ചെയ്യാൻ സാധിക്കില്ല അത്. ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ റൂമൊക്കെ അറേഞ്ച് ചെയ്ത്, ഗവൺമെൻറ് ലെവലിൽ റൂം, അത് റൂമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം ആ ടാഗോർ തിയേറ്ററിന് മരത്തിൻ്റെ ചോട്ടിൽ അവിടെ കിടക്കും, കഞ്ചാവ് മരിച്ചുകൊണ്ട് അവിടെ കിടക്കും അദ്ദേഹം. പിന്നെ അപ്പോൾ ആരും കെയർ ചെയ്തില്ല, ഭക്ഷണവും കഴിക്കില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയാണ്. പക്ഷേ പിറ്റേ ദിവസം സായിപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പെർഫോമൻസിന് വേണ്ടിയിട്ട് വന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാണത് ചെയ്യുന്നത്. കാരണം ഷർട്ട് ഇടാതെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ഒരു ചെറിയ ബ്ലേഡ് കാണിക്കും. ബ്ലേഡ് കാണിച്ചതിന് ശേഷം ഈ വയറിൻ്റെ ഇങ്ങനെ സ്കിന്നെടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കീറി കഴിഞ്ഞ ശേഷം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മൂർഖൻ പാമ്പിനെ അതിനകത്ത് വലിച്ചെടുക്കും. മൂർഖൻ പാമ്പ്, ജീവനുള്ള പാമ്പ്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ക്രേസി ആയിട്ടുള്ള മാജിക്കുകൾ അദ്ദേഹം കാണിക്കുന്നത്. ഞാനിത് കണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇദ്ദേഹം ഗുജറാത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ജയൻ മേനോനുണ്ട് ഇവിടെ ഗുജറാത്തിലുണ്ട്, ഞാൻ അഹമ്മദാബാദിൽ. ഇപ്പം ഇദ്ദേഹം അഹമ്മദാബാദിലാണെന്ന് പറഞ്ഞിരുന്നത്. ഇദ്ദേഹം ഈ ജയൻ മേനോനെ പോയി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി അഹമ്മദാബാദിൽ. ഞാനും ഇദ്ദേഹം കൂടി കാർ എടുത്ത് അതിൽ മുഴുവൻ, എൻ്റെ ഒരു ഡ്രീമാണ് പറയുന്നത്, അവിടെ മുഴുവൻ കറങ്ങി നടന്നപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹം ഒരു തെരുവിൽ ഇങ്ങനെ മാജിക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹം പോയിട്ട് അവിടെ ഗുജറാത്തി ഭാഷയിൽ പോയതിന് ശേഷം ഇയാൾക്ക് നിങ്ങൾ മാജിക് പഠിക്കുക. അദ്ദേഹം അവിടെ ചെപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലാണ്. പുള്ളി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ വന്നോ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു 3 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഈ ലൈഫിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം അപാരമാണ് അത് അവരുടെ കഴിവെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഇത്തരം സ്ട്രീറ്റ് മജീഷ്യൻസ് എല്ലാം ഉണ്ട്. അവരെ നമ്മൾ നോക്കാൻ ആരുമില്ല എന്നുള്ളത് അത് ആരും തിരിച്ചറിയുന്നില്ല. ഗവൺമെൻറ് തിരിച്ചറിയുന്നില്ല, ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. പണ്ടവർക്ക് റോഡ് സൈഡിൽ പരിപാടി നടത്തി കഴിഞ്ഞാൽ പൈസ കൊടുക്കുമായിരുന്നു. ഇന്ന് ട്രാഫിക് പ്രശ്നം വന്ന് പോലീസുകാർ അവരെ ആട്ടി പായിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങോട്ട് പോവും? അവർക്ക് വേറൊരു ജോലി അറിയില്ല. അവരെ മക്കൾ ഇനി ഇത്തരം മേഖലയിൽ വരാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ പുനരധിവാസമാണ് ഈ മാജിക് പ്ലാനറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളവിടെ വരിക, വന്നു കഴിഞ്ഞ ശേഷം നിങ്ങളവിടെ കാണുക. നിങ്ങളവിടെ എടുക്കുന്ന ഒരു ടിക്കറ്റ്, ചെറിയ ടിക്കറ്റേ ഉള്ളൂ. ആ ടിക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെരുവ് മാന്ത്രികരുടെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ വരുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് അവർക്കും എനിക്കും. ദാറ്റ്സ് ഓൾ. അല്ല, ഞാൻ ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിച്ചതാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ അടുത്ത് ഒരു 6 മാസത്തിൽ ഒരു തവണ പോയിട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. സ്റ്റിൽ ഗോയിങ് ഓൺ. പുതിയ ട്രിക്സ്. കാരണം മാജിക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, സയൻസ് എന്ന് പറയുന്നത് സയൻസിൻ്റെ മുമ്പിലാണ് മാജിക്ക് നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് എപ്പോഴും. സയൻസിൻ്റെ കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കോഡ്ലെസ് മൈക്കില്ലേ, നമ്മൾ എവിടെയാണ് കോഡ്ലെസ് മൈക്ക് ഉള്ളത്? ഒരു പണ്ട് ഉണ്ടായിരുന്നൊരു മാജിക് എന്ന് പറയുന്നത് ഈ ഒരു മൈക്ക് ഉണ്ടല്ലോ, ഈ മൈക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വയർ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ഈ കോഡ്ലെസ് മൈക്ക് ആദ്യം US ഇറങ്ങിയ സമയത്താണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു വയർ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. മജീഷ്യൻ ഈ മൈക്കുമായിട്ട് നേരെ സ്റ്റേജിലേക്ക് വരും. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്നതോട് കൂടിയിട്ട് മൈക്ക് വർക്ക് ചെയ്യില്ല. ഉടൻ തന്നെ ഒരു ആർട്ടിസ്റ്റ് ഒരു പെയർ ഓഫ് സിസേഴ്സ് കൊണ്ടുവരും. പുള്ളി കോഡ് കട്ട് ചെയ്തിട്ട് വലിച്ചറി ദെൻ ഹലോ ഒരു സമയത്ത് ഓഡിയോ, അപ്പോൾ ഓഡിയൻസ് കൈയടിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് പറഞ്ഞത്, മാജിക് സയൻസിൻ്റെ മുമ്പിലാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ശാസ്ത്രത്തിൻ്റെയും ആളുകൾ തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കണം.
അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ മാജിക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യും, കണ്ടെത്തും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഒരു തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കാഡമി, മാജിക് അക്കാഡമി ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു. മജീഷ്യൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മാജിക്ക് നമ്മൾ ഞാൻ നിങ്ങളോട് മാജിക്ക് എല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു എല്ലാവരും മാജിക്ക് പഠിച്ചാൽ പിന്നെ അതിനകത്ത് എന്ത് അത്ഭുതം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് ചിന്തിക്കാനുള്ള കാരണം മാജിക് എന്ന് പറയുന്നത് ചെറിയൊരു മേഖലയല്ല. ഇറ്റ്സ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മാജിക് കാണിക്കാം. ആ ഒരു വല്ലാത്ത ലോകമാണ് മാജിക്കിൻ്റെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു കൊച്ചു മാജിക്കുകൾ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാജിക്കിനോട് ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഇത് സയൻസ് ആണെന്നുള്ള ബോധ്യപ്പെടും. നാളെ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരാൾ കണ്ണ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചു കഴിഞ്ഞ് ഇത് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ അല്ല, ഇത് മാജിക് ആണെന്നുള്ള മനസ്സിലാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ അല്ലേ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ആ സ്ഥാപനം നമ്മൾ പൂട്ടിച്ചു. അറിയില്ലേ അത്? ഇവിടെ ഒരു മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. നമ്മൾ പത്രസമ്മേളനമൊക്കെ വിളിച്ച അക്കാഡമി. കാരണം അത് ഇപ്പോൾ ഇത് ഗൾഫിലൊക്കെ ഭയങ്കരമായിട്ട് നടക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ഇത് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ കുട്ടികളുടെ അവർ പറയുന്നത് 6th സെൻസ് ഉണർത്താൻ സാധിക്കുന്ന പറയുന്നത്. അവർ കോട്ട് ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. വിവേകാനന്ദൻ ബുക്ക് റിഫിൽ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വായിച്ചു. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ മേളിൽ കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നൊക്കെ പറയുന്നത്. ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇറ്റ്സ് ദേ ആർ യൂസിങ് ദി മാജിക്കൽ എക്യുപ്മെൻറ്റ് ഫോർ റീഡിങ് ദാറ്റ് ബുക്ക്. ദാറ്റ്സ് ആൾ. മനസ്സിലായി? നിറം നോക്കി പറയുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ളൊരു മണി തട്ടിപ്പ് അല്ലേ? എന്താ പറയുക, ഇപ്പോൾ ഈയിടെ ട്രെയിനിൽ വെച്ചുണ്ടായിട്ടുള്ള ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഫ്രഷ് മേടിച്ച് കഴിഞ്ഞ ശേഷം അതിനകത്തുനിന്ന് ഒരു ബിസ്ക്കറ്റ് ഒരാൾക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനകത്ത് മയക്കുമരുന്ന് ചേർക്കുന്നത്? ദറ്റ്സ് എ മാജിക് ഫോർ ദാറ്റ്. ഇതിനു വേണ്ടി അല്ല യൂസ് ചെയ്യാൻ പറയുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇതേ ബിസ്ക്കറ്റിൻ്റെ മറ്റൊരു സാധനം മയക്കുമരുന്ന് പുരട്ടിയിട്ട് കയ്യിൽ കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് ബിസ്ക്കറ്റ് എടുക്കുന്നത് പോലെ മറ്റേ ബിസ്ക്കറ്റിന് എടുത്തു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ അതാണ് മിസ്യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിഗൂഢത പൊളിച്ചെറിയണം എന്നുണ്ടെങ്കിൽ മജീഷ്യൻ കുപ്പായമില്ലാതെ കോട്ടില്ലാതെ വന്ന് മാജിക് കാണിക്കാൻ വേണ്ടി തയ്യാറാവണം. പച്ച മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി തയ്യാറാവണം. പക്ഷേ അതിനെക്കൊണ്ട് യാതൊരു സാധ്യതയും ഉലഞ്ഞു പോകുന്നില്ല. അവസരങ്ങൾ കൂടി വരുന്നു മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ആവണം. ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ മാജിക്കുകൾ കാണിക്കണം. എന്തിനാണ് അസ്ഥികൂടവും പഴയ അസ്ഥികൂടവും മന്ത്രവടിയും കൊണ്ട് നടക്കുന്നത്? ഒരാവശ്യമില്ല അതിൻ്റെ ഒന്നും. ദാറ്റ്സ് ഓൾ. ഫയർ എസ്കേപ്പ് പൊളിഞ്ഞത് പറയണോ നന്നായത് പറയണോ? വിജയിച്ചത് പറയണോ പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണോ? രണ്ടും പറയാം. ഫയർ എസ്കേപ്പ് ആക്ട് ആദ്യം ഞാൻ ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 95-ലാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛനുമായിട്ട് പിണങ്ങി രാട്ടപ്പുറയെ താമസിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പുസ്തകം അയച്ചു തന്നിരുന്നു. ആ ബുക്കിൻ്റെ പേര് ദി സീക്രട്സ് ഓഫ് ഹുദിനി എന്നായിരുന്നു. ഈ ഹൗഡിനി എന്ന് പറയുന്ന ഒരാളാണ് ഈ എസ്കേപ്പ് ആക്ടുകളെല്ലാം ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചങ്ങലയിട്ട് പൂട്ടുന്നതും എല്ലാം രക്ഷപ്പെടൽ മാജിക്കിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സീക്രട്സ് ഓഫ് ഹുദിനി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ ബുക്ക് അയച്ചു തന്നു. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോഴേക്കും ഇതിനകത്ത് ക്രേസ് ഹൗദിനിയെ പോലെ ആവണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഒരു ഡേഞ്ചറസ് മാജിക് എന്ന് പറയുന്നത് ഫയർ എസ്കേപ്പ് ആക്ടാണ്. അപ്സൈഡ് ഡൗൺ ആയിട്ട് കെട്ടി തൂക്കിയിടുക, ഇതാണ്. അപ്പോൾ നമ്മൾ ആ മാജിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ മാവിൻ്റെ, ഞങ്ങളുടെ നാട്ടിൽ മാവുണ്ട്, ആ മാവിൻ്റെ കൊമ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് രാജൻ എന്ന് പറയുന്ന ഫ്രണ്ടുണ്ട്. ഇവനെ തലകീഴായിട്ട് കെട്ടിയിട്ട് അവൻ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ കയറവിടെ കെട്ടും. അവൻ ജോലിക്ക് പോകും, ഞാൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കും എൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ ബ്ലഡൊക്കെ നമ്മൾ താഴേക്ക് ഇങ്ങനെ വരുമല്ലോ, ബ്ലഡ്. അപ്പോൾ ഇതിങ്ങനെ കണ്ണൊക്കെ ചുവന്ന് വരും. പക്ഷെ അത് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചങ്ങല കെട്ടും. നമ്മൾ ചങ്ങല കെട്ടിയിട്ട് ലോക്ക് ഇടും. ഇത് നമ്മൾ ഫാസ്റ്റായിട്ട് അഴിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് കീ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണ് അഴിക്കുന്നത്. പെട്ടപ്പെടേ അഴിക്കണം, ഭയങ്കര ഫാസ്റ്റാണ്. ഇതിന് പർട്ടിക്കുലർ സമയത്തുള്ള അത് യു വോണ്ട് ഇമാജിൻ. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറുള്ള സാധനത്തിനെ ചുരുക്കി ഒരു 2 മിനിറ്റിലേക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു എന്നുള്ളതാണ്. പക്ഷേ 2 വർഷം എടുത്തു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് നമ്മൾ പുത്തരിക്കണ്ട മൈതാനത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് TM ജേക്കബ് ആയിരുന്നു മിനിസ്റ്റർ. പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അതൊരു ഗ്രാൻഡ് സക്സസ് ആയി. അതാണ് എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. പത്രങ്ങളിലൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നത് അതാണ് ഫയർ എസ്കേപ്പ് ആക്ട്. പിന്നെ രണ്ടാമത് ചെയ്തത് പാളിച്ചാന്ന് പറ്റിയത് ബഹറിനിൽ വെച്ചിട്ട്. ഞാൻ ഒരു മാജിക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാറില്ല. പക്ഷേ അവിടെ ഒരു പ്രോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഇത് ചെയ്താലേ ഷോ തരുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ സാമ്പത്തിക ഷോ എടുത്തു. പക്ഷെ അവിടെ പോയി അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പാളിച്ച തോന്നി എനിക്ക്. വലിയ ഗ്രൗണ്ടായിരുന്നു. പക്ഷെ അവിടെ മാജിക്ക്
ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു ഈ മുഖം ഇനി കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നത്. കാരണം ഇങ്ങനെ ഈ പണ്ട് പോലെ ഈ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നൊരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അന്നിങ്ങനെ ഇതിലൊക്കെ കെട്ടി ഇവർ ഈ മണ്ണെണ്ണ ഒഴിക്കുന്നതിന് പകരം പെട്രോൾ ഒഴിച്ചു. അത് ഭയങ്കര ടപ്പേ കത്തുമല്ലോ. പിന്നെ നമ്മുടെ ഈ വൈക്കോലിന് പകരം ഈ ഒട്ടകത്തിന് കൊടുക്കുന്ന പുല്ലുണ്ട്, ആ പുല്ലാ കെട്ടിയത്. അതിങ്ങനെ കുറ്റനായിട്ട്. അപ്പോൾ ഞാൻ ചങ്ങല അഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തി. പക്ഷേ എൻ്റെ കണ്ണിലേക്കൊരു തീയുടെ ഗോളം ഇങ്ങോട്ട് വരുന്നതാണ് കാണുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നെ 2 കല്ലിലെടുത്ത് ചാടിയപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ കംപ്ലീറ്റ് കരിഞ്ഞു, മീശ കരിഞ്ഞു, പുരികം കരിഞ്ഞു, കൈ കംപ്ലീറ്റ് പൊള്ളി, ഇവിടെ എല്ലാം പൊള്ളി, ഫേസ് എല്ലാം പൊള്ളി. അപ്പോൾ തന്നെ ഒരു ആംബുലൻസിൽ എന്നെ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു മറക്കില്ല, ഞാനൊരു ബെറ്റി സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ എല്ലാ ദിവസവും രാവിലെ മെഴുകുതിരി കത്തിച്ച പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഞങ്ങളൊരു ഓർഗനൈസേഴ്സാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് പ്രോഗ്രാം വീട്ടിൽ നിന്ന് അറിയിച്ചില്ല, ഇവിടെ നിന്ന് അറിയിച്ചില്ല. ഞങ്ങൾ ഒരു പ്രോഗ്രാം പത്രക്കാരൊന്നും കൊടുത്തില്ല, അവിടെ ന്യൂസൊന്നും കൊടുത്തില്ല. ഒരു ഗൾഫല്ലേ, അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ നമുക്ക് പറഞ്ഞാൽ കേൾക്കും ആളുകൾ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം മാറ്റിവെച്ച് 2ാമത്തെ ആഴ്ച വന്നപ്പോൾ ഈ സംഘാടകർ വന്നതിന് ശേഷം അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഈ പുള്ളി കിടക്കുക, അങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തി വെക്കാൻ വയ്യ, ഭയങ്കര നീറ്റലാണ് ഇതിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ഇദ്ദേഹത്തിനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഫ്രൈഡേ ഷോ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു സാർ എനിക്ക് വയ്യ, എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയിട്ട്. ഇയാൾ പറഞ്ഞു നിങ്ങൾ വെറുതെ തിന്നാൻ കൊണ്ടുവന്നതല്ല, ഞങ്ങളിവിടെ പരിപാടിക്ക് മര്യാദയ്ക്ക് നടത്താൻ പറ്റുമെന്ന് നടത്താൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര പ്രശ്നമായി പോയി. അപ്പോൾ ഒരു ഷീല മൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഷോ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ബട്ടക്സിനും 2 ഇഞ്ചക്ഷൻ പെയിൻ കില്ലർ അടിച്ച് സ്റ്റേജിൽ കയറി. പക്ഷേ അന്നത്തെ ഷോ ഉണ്ടല്ലോ, ഒരു ഷോ ആയിരുന്നു സത്യം. ലോകത്തിനോട് മുഴുവനുള്ള വെറുപ്പായിരുന്നു അന്ന് ഷോയിൽ. കാരണം ഒരു കലാകാരൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെന്നാണ്. നമ്മൾ തകർന്നു പോയാൽ നമ്മുടെ കൂടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു. അതുകൊണ്ട് കലയുണ്ടെങ്കിലേ കലാകാരന് കാര്യമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു. കല നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു. തകർത്തെറിഞ്ഞൊരു പ്രോഗ്രാം നടത്തി. പക്ഷേ പ്രോഗ്രാം നടത്തി കഴിഞ്ഞതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ബ്ലഡായിരുന്നു. നേരെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പുതിയ പാഠങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. റോപ്പ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മാജിക്. ഞങ്ങളിവിടെ മാജിക് പ്ലാനറ്റിൽ ഇന്നലെ സാറ് കണ്ടിരുന്നു, എല്ലാ ദിവസവും 4:45 റോപ്പ് ട്രിക്ക് കാണിക്കുന്നുണ്ട്. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പീറ്റർ റമണ്ട് എന്ന് പറയുന്ന ഒരു സായിപ്പ്, ഒരു ഗവേഷണ വിദ്യാർത്ഥി ഇവിടെ വന്നു. ഇദ്ദേഹം നമ്മുടെ മാജിക് ഇവിടുന്ന് കണ്ടു. ഈ ഇന്ത്യൻ ഡോക്ടർക്ക് ഇവിടുന്ന് ഡൽഹിയിലൊക്കെ കാണിക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടു. ഇദ്ദേഹം അവിടെ പോയിട്ട് ന്യൂയോർക്ക് ടൈംസിൽ എഴുതി ഇന്ത്യക്കാർ കള്ളം പറയുന്നവരാണെന്നുള്ളതും അവർ ഇത്തരം ഒരു മാജിക് ഇല്ല എന്നുള്ളതും ആ രാജ്യത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം പടച്ചു കൂട്ടിയ ഒരു സാധനമാണെന്നുള്ളത് ഗംഭീരമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതി. അന്ന് മുതൽ വാശിയായിരുന്നു നമ്മളിവിടെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ എല്ലാ ദിവസവും 4:45 ഇന്ത്യൻ ഡോക്ടർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ മാജിക്കാണ്, ഇന്ത്യയുടെ സ്വത്താണ്. ഈ ചൈനീസ് സഞ്ചാരി ഇബ്നു ബത്തൂത്ത കണ്ട മാജിക്കാണത്. അദ്ദേഹം ഇവിടെ വന്ന് ഇന്ത്യയിൽ കണ്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മാജിക്കാണ്. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദി ബിഗസ്റ്റ് മാജിക് ഇൻ ദി വേൾഡ്? പ്രപഞ്ചത്തിൽ അല്ല, ദൈവം, പ്രകൃതി. പക്ഷെ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നാണ് വിശ്വസിക്കുന്നത്. നിസ്വാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. നിസ്വാർത്ഥമായിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം കിട്ടാത്ത നമുക്ക് എല്ലാവർക്കും സ്നേഹം കിട്ടുന്നുണ്ട് അല്ലേ? ഇഷ്ടംപോലെ സ്നേഹം കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പോയ സ്നേഹം, ഓഫീസിലേക്ക്, ഇതൊക്കെ ചെറിയ ചെറിയ അകൽച്ചകളും പ്രശ്നങ്ങളും വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ നമ്മളില്ലാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടാകും. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആരും നമ്മളെ തിരിഞ്ഞു, നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥ അല്ലേ? അത് ഈ എം മുകുന്ദൻ്റെ ഒരു കഥയുണ്ട്, അതിന് പറ്റിയാണ് അത് വായിക്കണം. കഥയുടെ പേര് രാധമാത്രം എന്നാണ്. രാധമാത്രം. ആ കഥയിൽ രാധ എന്ന് പറയുന്ന ഒരു സാധാരണ കോളേജ് കുമാരി. അവൾ ഒരു ദിവസം കോളേജിൽ നിന്ന് പുസ്തകക്കെട്ടും ചോറ്റുപാത്രവും ഒക്കെ ആയിട്ട് അവൾ നേരെ വന്ന് ഗേറ്റ് തുറന്ന് ഉമ്മറത്തേക്ക് കയറുമ്പോൾ അച്ഛൻ ഇങ്ങനെ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് നേരെ സാധാരണത്തെ പോലെ കയറിയപ്പോൾ അച്ഛൻ ഈ പത്രം താഴ്ത്തി ഇങ്ങനെ രൂക്ഷമായിട്ട് അവളങ്ങനെ നോക്കി. അവൾ വിചാരിച്ചു അച്ഛൻ എന്താണെന്ന് പതിവില്ലാത്ത മാതിരി ഇങ്ങനെ നോക്കുന്നു വിചാരിച്ചു. അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ പെട്ടെന്ന് പത്രം താഴ്ത്തി എഴുതിയിട്ട് പറഞ്ഞു, നീ ആരാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു അച്ഛൻ തമാശ പറയാണ്. അപ്പോൾ അവളിങ്ങനെ കൊഞ്ഞനെ കുത്തി പറഞ്ഞു, അച്ഛാ ഞാൻ രാധയാണ്, അച്ഛൻ്റെ പുന്നാര മോളാണെന്നോ പറഞ്ഞു. അച്ഛൻ്റെ ഭാവം മാറുന്നില്ല. അത് നിങ്ങൾ തടുത്ത് നിർത്തിയതിന് ശേഷം പറഞ്ഞു,
നീ ആരാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നേരെ അകത്തേക്ക് നോക്കിയിട്ട് അമ്മയെ ഒന്ന് ഓടി വരാമോ എന്ന് ചോദിച്ചു. അമ്മ പുറത്തേക്ക് വന്നു. അമ്മയോട് പറഞ്ഞു അച്ഛൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അമ്മ രണ്ടുപേരും മാറി മാറി നോക്കിയതിന് ശേഷം പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, പക്ഷെ നീ ആരാ കുട്ടി? ആലോചിച്ച് നോക്കണം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. രാധയ്ക്ക് ഒന്നും മനസ്സിലായി. രാധ പറഞ്ഞു, അമ്മ രാവിലെ അമ്മയല്ലേ എനിക്ക് മുടി കെട്ടി തന്നത്, അമ്മയല്ലേ ചോറ്റുപാത്രത്തിൽ ചോറാക്കി തന്നത്, അമ്മ എന്തെങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. പക്ഷേ അമ്മയുടെ ഭാവം മാറുന്നില്ല. ഇവള് പുസ്തകക്കെട്ടും ചോറ്റുപാത്രമായിട്ട് നേരെ ഓടിയിട്ട് അവളുടെ ഫ്രണ്ട് ഉണ്ട്. അപ്പം രണ്ടുപേര് ബസ് ഇറങ്ങി അപ്പം പോയിട്ടേ ഉള്ളൂ, സുഷമയും വനജയും. അവർ നേരെ അവിടെ നടന്നു പോകുന്നേ ഉള്ളൂ. നേരെ സുഷമയെ വനജ ഒന്ന് നിൽക്ക്, അവർ നിന്നു. ചെന്നതിന് ശേഷം പറഞ്ഞു, സുഷമയെ വനജ എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ തിരിച്ചറിയുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അവർ നിന്നു. പറഞ്ഞു, ഞാൻ സുഷമയാണ്, ഇത് വനജയാണ്, പക്ഷെ നീ ആരാ? അവർക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇരുട്ടിങ്ങനെ മൂടി വരികയാണ്. സന്ധ്യ ഒക്കെ മാറി ഇരുട്ടിലേക്ക് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ വരികയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല അവൾക്ക്. പെട്ടെന്ന് അവൾ ഓർത്തു അവളുടെ ഒരു ബോയ് ഫ്രണ്ട് സുരേഷ്. ആരും മറന്നാലും അവൾ മറക്കില്ല, ഉറപ്പാണ്. നേരെ ചെന്നു ബീച്ചിൽ ചെന്നപ്പോൾ സുരേഷ് ഉണ്ട്, അവിടെ ഉണ്ട്. സുരേഷിനെ എടുത്തതിന് ശേഷം പറഞ്ഞു, സുരേഷ് നീയല്ലേ രവീന്ദ്രനാഥ ടാഗോറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, നീയല്ലേ ഗീതാഞ്ജലി അന്വേഷിച്ച് നടക്കുന്നു, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സുരേഷിന് കൊടുത്തു. സുരേഷ് പുസ്തകം വാങ്ങിച്ചതിന് ശേഷം പറഞ്ഞു, രവീന്ദ്രനാഥ ടാഗോറിന് എനിക്കിഷ്ടമാണ്, ഗീതാഞ്ജലി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, പക്ഷെ ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം കുട്ടി, നീ ആരാ? മനസ്സിലാവുന്നില്ല. അവള് അവിടെ നിന്നു, പകച്ചു നിന്നു. ആരുമില്ല ഇനി, ലോകത്ത് ആരുമില്ല ഇനി. അവൾക്ക് തനിച്ചായി. ഇരുട്ട് കറുത്ത് വരുന്നു. എല്ലാവരും പോയി ബീച്ചിൽ നിന്ന്. സുരേഷും ബസ് കയറിപ്പോയി. തനിച്ചായി അവൾ നേരെ കടലിനഭിമുഖമായിട്ട് നടക്കുകയാണ്. കടലിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവൾ ആകാശത്തോട് അവസാനമായി ചോദിച്ചു, ആകാശമേ നിനക്കറിയാമോ ഈ രാധയെ? ഉത്തരമില്ല. നേരം നടന്നു. കഴുത്തറ്റം വെള്ളം വന്ന സമയത്ത് അവസാനമായിട്ട് അവൾ ചോദിച്ചു, തിരമാലകളെ നിങ്ങൾക്കെങ്കിലും അറിയാമോ ഈ രാധയെ? ഉത്തരമില്ല. അവൾ നടന്ന പ്രത്യക്ഷയായി. ഇതൊരു മനോഹരമായിട്ടൊരു കഥയാണ്. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിന് മുഴുവൻ അൽഷിമേഴ്സ് ബാധിച്ചു കഴിഞ്ഞാൽ, സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നത്തിങ്, പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം പരമാവധി സ്നേഹിക്കുക, നമ്മളെല്ലാവരെയും, അടുത്തിരിക്കുന്ന ആളുകളെയും എല്ലാവരെയും നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക. ആ സ്നേഹത്തിനകത്ത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ താഴെയുള്ളവരെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ അച്ഛന്മാരെ, നമ്മുടെ മുത്തച്ഛന്മാരെ, നമ്മുടെ ഓഫീസർമാരെ, നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ, സബോർഡിനേറ്റ്സിനെ, എത്രമാത്രം നമ്മൾ, വീണ്ടും ഞാൻ പറയുന്നത്, വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്. ആ ലൈഫിനകത്ത് ചെറിയൊരു സമയമാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എത്രയോ കാലം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നമ്മൾ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്ത് ഹൃദയം തുറന്ന് പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ലോകത്തുണ്ടാവില്ല. പക്ഷേ അതാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈം ടൈം, റേറ്റിംഗ് ഉള്ള ടൈം എന്ന് പറയുന്നത്, നമ്മുടെ റേറ്റിംഗ് ഉള്ള ടൈം എന്ന് പറയുന്നത്, നമ്മുടെ പ്രൈം ടൈം, നിങ്ങളുടെ പ്രൈം ടൈം മറ്റൊരാൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് മറ്റൊരു ചാനലിൻ്റെ മുമ്പിൽ വയ്ക്കരുത്. യെസ് അല്ലേ? വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ജോലി പോയി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ, അവിടെയുള്ള നിങ്ങളുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് ഒരു 7 to 9 അല്ലെങ്കിൽ 7 to 10 എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രൈം നിങ്ങളുടേതാണെന്നുള്ളൊരു ബോധം ഉണ്ടാവും. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്, ടെലിവിഷൻ സ്വിച്ച് ഓഫ്. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം, നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഈ പറഞ്ഞ സ്നേഹവുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചിരിച്ച് കളിച്ച് തകർത്ത്, അങ്ങനെയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. ഈ ടെലിവിഷൻ, നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ലൈഫ് മുഴുവൻ ഒരു ചതുരത്തിനുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ദാറ്റ്സ് വൺസ്, ഒന്നുകിൽ മൊബൈൽ ഫോൺ, അതല്ലെങ്കിൽ ടെലിവിഷൻ. ഈ രണ്ട് സാധനത്തിനുള്ളിലാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ഈയിടെ ഒരു ഫേസ്ബുക്കിലൊരു ചിത്രം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും കട്ടിലിൽ കിടക്കുന്നു, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞ്, രണ്ടാളും മൊബൈൽ ഫോണിൽ വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ചതുരത്തിനുള്ളിൽ നമ്മൾ ഒതുക്കി വെച്ചിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ? ഒരു സ്കൂളിലൊരു ടീച്ചർ ചെയ്യുന്നതിന് ശേഷം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു അത് എഴുതി വയ്ക്കുക. അതിൻ്റെ മറുഭാഗത്ത് നിങ്ങളുടെ പേരെഴുതുക. അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആയി തീരാൻ ആഗ്രഹിക്കുന്നു എഴുതി വയ്ക്കാം. എല്ലാ കുട്ടികളും എഴുതി, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം, എനിക്ക് അധ്യാപകനാവണം. ഒരു കുട്ടി എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു TV ആവണം. കാരണം ഞാൻ TV ആയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ TV ആയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ പോലും അവരെ ഒന്നും ശ്രദ്ധിക്കാതെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ TV ആയി കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞാൽ എൻ്റെ അമ്മ കരയും, ഞാൻ ചിരിച്ചാൽ എൻ്റെ അമ്മ ചിരിക്കും. അതാണ് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു ലൈഫിൽ മുഴുവൻ തെറ്റ് ചെയ്ത് ഒരാളാണ്. മദ്യം കഴിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കും, കൊല, എല്ലാ വൃത്തികളും ഉണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലേ, യാഥാർത്ഥ്യമൊന്നും അല്ല, പക്ഷേ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയും അല്ലേ? ഇയാൾ എങ്ങോട്ടാണ് പോവുക? സ്വാഭാവികമായിട്ട് നരകത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇദ്ദേഹം മരിച്ച കറക്റ്റ് സമയത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തൊരു ഭൂകമ്പം ഉണ്ടായി. 1 ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി.
ഇദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര തിരക്ക് കൗണ്ടറിൽ. ഈ ചിത്രഗുപ്തൻ ഷീറ്റ് എഴുതി കൊടുക്കുകയാണ് ഓരോരുത്തർക്ക്. അപ്പോൾ എന്താ പേര് ചോദിക്കും, പേര് വെച്ചതിന് ശേഷം രജിസ്റ്റർ നോക്കും, ഓ നിനക്ക് സ്വർഗം, ഓക്കെ, ഇങ്ങനെ എഴുതി ടോക്കൺ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അന്നാണെങ്കിൽ 2 പേര് ലീവ്, ഇയാൾ തനിച്ചേ ഉള്ളൂ. അപ്പോൾ ഇയാളിങ്ങനെ എഴുതി കൊടുത്ത് ഈ ഇദ്ദേഹത്തിന് നരകം എന്ന് എഴുതേണ്ടതിന് പകരം സ്വർഗം എന്ന് എഴുതി. പുള്ളി വേണ്ടിയില്ല, ഈ സ്വർഗത്തിൻ്റെ കടലാസുമായിട്ട് പുള്ളി നേരെ ഗേറ്റിലേക്ക് കൗണ്ടറിലേക്ക് ചെന്നു. അപ്പോൾ ഇയാളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ മദ്യ ചഷകവും എന്തിയിട്ട് മധുരാക്ഷിമാരുണ്ടാവും, ഭയങ്കര എക്സ്പെക്ടേഷൻ, റെഡ് കാർപ്പറ്റ്. പ്രതീക്ഷയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല. അവിടെ ഒരു സ്ഥലത്ത് ഗാന്ധിജി ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നുണ്ട്, വേറെ സ്ഥലത്ത് മദർ തെരേസ ഉണ്ട്, ഒരു സ്ഥലത്ത് ബുദ്ധൻ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയുള്ളൂ. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇയാൾ ഗാന്ധിജിയുടെ അടുത്ത് വെച്ചാൽ ഗാന്ധിജി കണ്ണടച്ചിരിക്കുക, ഗാന്ധിജി തൊട്ടി തട്ടും, ഗാന്ധിജി കണ്ടു പറഞ്ഞിട്ട് അഹിംസ, വേറെ ഒന്നും പറയുന്നത്. ഇയാൾ നോക്കിയ സമയത്ത് ഒരു ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് നീലചിത്രങ്ങൾ, കഞ്ചാവിൻ്റെ പുക, മദ്യമേന്തിയ മധുരാക്ഷിമാർ. അപ്പോൾ ഇദ്ദേഹം ഈ സെക്യൂരിറ്റിയെ വിളിച്ചു ചോദിച്ചു, അതേതാ സ്ഥലം എന്ന് ചോദിച്ചു. പറഞ്ഞു അതാണ് നരകം. ഓ അതാണോ നരകം, അങ്ങനെയാണെങ്കിൽ നരകത്തിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെ കൗണ്ടറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ തിരക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചിത്രത്തിനോട് പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ പരിശോധിച്ചതിന് ശേഷം എനിക്ക് ശരിക്കും നരകമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, എന്തായാലും നീ സത്യം പറഞ്ഞാലേ അവിടെ തന്നെ താമസിച്ചു വന്നു, ഈ ഭൂമിയിലത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടെ പറ്റില്ല, എനിക്ക് നരകം എന്ന് പറഞ്ഞാൽ നരകം തന്നെ തന്നിരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ നരകം ഷീറ്റ് എഴുതി കൊടുത്തു. നരകമായിട്ട് ഇദ്ദേഹം നേരെ അകത്തേക്ക് കയറുകയാണ്. കയറുന്ന സമയത്ത് ഇദ്ദേഹത്തെ അവിടെ കിടക്കുന്ന സമയത്ത് 5-8 മല്ലന്മാർ പിടിച്ചിട്ട് ഈ തിളച്ച എണ്ണയിൽ ഇങ്ങനെ മുക്കി ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ നരകമല്ല വേണ്ട, ചില്ലിൻ്റെ അപ്പുറത്ത് കണ്ട നരകമാണെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, മണ്ട, നിന്നെയൊക്കെ ഈ നരകത്തിലേക്ക് ആകർഷിക്കാനുള്ള പരസ്യ ചിത്രമാണത്. അത് പരസ്യം, ഇത് യാഥാർത്ഥ്യം. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെ നിരന്തരമായിട്ട് TV കാണുമ്പോൾ ഇവർ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ കുട്ടികളുടെ, നമ്മൾ സാധാരണ പറയും ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞിട്ടൊരു ലോബുണ്ട് നമ്മുടെ ഈ തലേൻ്റെ ഫ്രണ്ട്. ഇവന് ഒരു 20-23 വയസ്സാകുമ്പോഴേ ഇതിന് വളർച്ച പൂർത്തിയാവുള്ളൂ. ഇതുവരെ ഭയങ്കര റിസപ്റ്റീവാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം വരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമയമാണ് കുട്ടികൾ 12 വയസ്സ് വരെ. അപ്പോൾ ഈ പരസ്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ പെണ്ണായാൽ പെണ്ണ് വേണം എന്ന് പറഞ്ഞിട്ട് പരസ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പെൺകുട്ടിയെ സംബന്ധിച്ചും ആ കുട്ടി വിചാരിക്കുന്നത് പൊന്നില്ലെങ്കിൽ ഞാൻ പെണ്ണല്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ല, സത്യം. അപ്പം ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ പരസ്യങ്ങളുടെ ചിത്രത്തിൽ പെട്ടുപോയി. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ പരസ്യം കണ്ട് നമ്മൾ അനാവശ്യമായി വാങ്ങി വെച്ചെത്രങ്ങാനും സാധനങ്ങളുണ്ട്, ഒരു കാര്യമില്ലാതെ, അല്ലേ? ത്രെഡ്മില്ലൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഉണക്കാനിടുന്നതെന്നുള്ളത് ആലോചിച്ചു. അതിനു വേണ്ടിയുള്ളൊരു ഉപകരണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രൈം ടൈം, നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് പിരിയാം, ദാറ്റ്സ് ബെറ്റർ. കുറേ സമയമായല്ലോ. നമ്മുടെ ഒരു പ്രൈം ടൈം നമ്മുടേതാക്കുക, നമ്മുടെ പ്രൈം ടൈം നമ്മുടേതാക്കുക. അല്ലാതെ അത് മറ്റൊരു ചാനലിന് മുമ്പിലോ മറ്റൊരു കാര്യത്തിന് മുമ്പിലോ മൊബൈൽ ഫോണിലോ വാട്സാപ്പിലോ അടിയറ വയ്ക്കാതെ രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എവറിത്തിങ് സ്വിച്ച് ഓഫ്. കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു ദിവസം, എല്ലാ ദിവസവും വൈകുന്നേരം ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി തമാശ പറഞ്ഞ് കുഞ്ഞിനെ കളിപ്പിച്ച് ചിരിച്ച് 90% ഓഫ് ദി പ്രോബ്ലംസ് സോൾവ് ആണ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ടെൻഷൻസും പിരിമുറുക്കങ്ങളും മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഒരു അന്തരീക്ഷം നമുക്ക് കെട്ടിപ്പടുക്കാം. എനിവേ, ഞാനൊരു ചെറിയൊരു മാജിക് കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കും. ഒരാൾ വരാമോ? ഒരു പേര്? ഓക്കെ. ലേഖയുടെ മനസ്സ് വായിക്കാനുള്ള ശ്രമമാണ്. വളരെ ഹാപ്പിയാണ്, എപ്പോഴും പ്ലസൻ്റ് ആണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇതിനകത്ത് ലേഖയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് എന്താ വെച്ചാൽ കുറേ കാർഡ്സാണ്. കുറേ കാർഡ്സാണ്. ഈ കാർഡ്സിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദിസ് ഈസ് എ റൈറ്റർ ആൻഡ് എ ജേർണലിസ്റ്റ് ആൻഡ് എ ലീഡർ. ക്യാൻ യു റീഡ് ദിസ്? യെസ്. ഓക്കെ. Next card, this one is a book and it's a vehicle and it's a vegetable. Okay? Yeah. And this one is a 3-digit number, a poet and a geometrical figure. All right? It's okay. Yeah. Now, you can select one, 10-20 card. You can select number in between 10 and 20. Yeah. Any number, please. Any number, yeah. 14. Okay. So, the 14th card is yours. എല്ലാ കാർഡിനകത്തും 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, എല്ലാം ഡിഫറെൻ്റ് ആണ്. The 14th card is yours. Okay. You want to change the number now? No. You are happy with that number. 14. Okay. So that's 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12, 13, 14. Once again, I'm asking you, do you want to change the number now? No. No. Okay. You're happy with that? Yes. Take that. See yourself. Don't show anyone. You see yourself. ആ 3 കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. Got it? Got it? Okay. Yeah. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. And you can see this. You can also read this. Don't say, don't say, don't say, don't say, don't say, don't say, don't say. Yeah. Got it? Okay. Yeah. ലേഖ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലേ? ടേൺ ടു ദി സൈഡ്. കുറച്ച് നടുവിലേക്ക് നമ്മളൊരു ഏറ്റവും മേളത്തെ കാര്യം മനസ്സിൽ വിചാരിച്ചോളൂ. പറയരുത്. It's an actor. It's an actor? Yeah. Don't say. ആക്ടറെ പറ്റി മനസ്സിൽ വിചാരിച്ചോളൂ. മനസ്സിലൊരു ആക്ടർ വിചാരിച്ചോളൂ. വിചാരിക്കുന്നുണ്ടല്ലോ അല്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് അല്ലേ? ഓക്കെ. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രൂപം ഭാവമൊക്കെ വിചാരിക്കാം. കണ്ണിലിങ്ങനെ വരട്ടെ. യാ, ദാറ്റ്സ് ഒരു മലയാളം ആക്ടറാണ് അല്ലേ? യാ, ഐ എം റൈറ്റിംഗ് സംതിങ് ഓവർ ഹിയർ. Don't say. Don't say. Don't say, please. Tell me who is in your mind. മോഹൻലാൽ. It's quite simple. അത് എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. കാരണം മോഹൻലാൽ നമ്മളിങ്ങനെ വന്നു സംഗതി. കണ്ണിൽ വന്നു, ആ ചരിവൊക്കെ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ. മോഹൻലാൽ കഴിഞ്ഞ ശേഷം It's a fruit. It's a fruit. Okay. ഞാൻ ആ ഫ്രൂട്ട് കയ്യിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കും? അത് അങ്ങനെ പിടിക്കും. ഓക്കെ, ചക്കയല്ല. Down. Think of that fruit. Tell me what's in your mind. Orange. All right. And the third one. It's a city. Yes, it's a city. It's a town. Think of that city. അവിടെ പോയിട്ടുണ്ടോ മുമ്പ്? പോയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ 1-2 വായിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള കൺഫ്യൂഷൻ എന്താ വെച്ചാൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇപ്പം ഇങ്ങനെ മാറി വരുന്നു. അത് മാത്രം വിചാരിക്കും. അത് മാത്രം വിചാരിച്ചാൽ മതി. സിറ്റി മാത്രം. യാ, you're making confusion. That one. Yeah. I don't know. ഇത് ശരിയാവുമെന്ന് ഞാൻ അഭിപ്രായമല്ല. But I am writing something over here. Tell me what's that. Mysore. Take a seat. So, thank you so much. നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, വെറുതെ കുശലം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും തോന്നിയത് എൻ്റെ ഒരു വീട്ടിൽ വന്ന് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ എം സോ ഹാപ്പി. പിന്നെ ഇത്രയും പ്രശസ്തമായ, അത്രയും വലിയൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പറഞ്ഞില്ലേ 30ാമത്തെ പരിപാടിയാണ്. അതിൻ്റെ ഒരു കണ്ണിയാവാൻ സാധിച്ചു എന്ന് പറയുന്നത് എൻ്റെ ഒരു മഹത്തായ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വേറെന്താ പറയേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ഇന്ദ്രജാലം, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എപ്പോഴും ഈ ഇത്രയും മുഖങ്ങൾ ഓർത്തിരിക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാണുമ്പോൾ തട്ടി വിളിക്കുക. എന്നേക്കാൾ പ്രായമുള്ള ആളുകൾക്ക് ഗോപി എന്ന് വിളിക്കാം, പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഗോപിയേട്ടൻ എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു ബന്ധം ഓർക്കുക. നന്നായിരിക്കട്ടെ എല്ലാവർക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സ്നേഹം പങ്കുവെച്ച് നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാം. താങ്ക് യു സോ മച്ച്.